Good evening, all. Welcome to India's first animated live tuition. Hi, everyone. Hi, hello, my dear students. Yes, Elda, Uttara, Arundhati, Adarsh, Eben, everyone is waiting here. I know that. Hi, Lakshmi. Hi, Ameya, Nia. Yes, I do remember you, Adon. Hi, Afrina. Hi, Rishikesh. Hi, Mayuka. ഹായ് ബെഞ്ചമിൻ. സോ കുറെ പേരുടെ പേര് മിസ്സിന് ഓർമ്മയുണ്ട്, കുറെ പേരും എന്റെ ന്യൂ സ്റ്റുഡൻസ് ആണ്. ഐ ഗസ് മിസ്സിനെ ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് 90+ ഫസ്റ്റ് ക്ലാസ് ആവാം, ശ്വേത മിസ്സിന്റെ കൂടെയുള്ള ഫസ്റ്റ് ക്ലാസ് ആവാം, അങ്ങനെയുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ലെറ്റ് മീ സീ. ഐ എം ഗുഡ്. ഗൗരി നന്ദ, അവന്തിക, അനശ്വര, അർജുൻ, ഗുഡ് ഈവനിങ്. Oh, so many new students, I guess. Everyone, welcome to the session and please turn your camera on. Come on, everybody. Who is that, sir? First one, Adya, right? Aradhya. Next one, Afrina. Next one, Mayuga. Anuvind. Sanha. Amay. Yeah, these are my new students. Welcome everyone to a physics session and welcome to 90+ family. You guys are my new students, I guess. Okay da. So ellarum the camera on cheyida. I want to see you guys, my new students, right? I want to see you. Everyone throughout the session turn your camera on. No need of switching it off. Get up. Afrina, also you can put your phone in landscape mode. How this landscape mode looks like this. It will look like this. Ingane. Avantika, what is this? Afrina, now you can see me in the full screen, right, Afrina? That is the thing. Then Mayuka, ingane phone vechekkunnu pole enikku ariyilla. Your camera turned off, Mayuka. Yes, Aradhya is trying to put it in landscape mode, but turn on your auto rotate screen. Auto rotate on ആക്കണേടാ, അല്ലെങ്കിൽ നീ എനിക്ക് തിരിഞ്ഞിട്ടായിരിക്കുന്നത് ആരാധ്യ. Auto rotate കൂടെ ഒന്ന് ഓൺ ചെയ്യണം. Where is your location, Ranjan? Nice question. Eben, miss, please sing a song in this class. Oh, really, Eben? Is this a music class, Eben? Everyone, നല്ല മക്കളെ എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നോക്ക്. സിദ്ധാർത്ഥ്, ഹൗ ഡു യു നോ സിദ്ധാർത്ഥ്? ഓ, ഞാൻ തന്നെ പറഞ്ഞു തോന്നുന്നു അല്ലേ. സോ എന്റെ പുതിയ മക്കളെ കേൾക്കാൻ വേണ്ടിട്ട് പറയുന്നത് ലൈക്ക് അഫ്രീന, ആരാധ്യ, അനുവിന്ദ്, എവ്രി വൺ കേൾക്കാൻ വേണ്ടിട്ട് മിസ് പറയാണ്. എന്താ പേര് പഠിച്ചു തരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും കേട്ടോ. കുറെ ബേസിക് ക്ലാസ്സസ് കഴിഞ്ഞു. ഇന്ന് എന്റെ മക്കള് ഇന്നാണ് എത്തിയത് നമ്മുടെ ക്ലാസ്സിലേക്ക്. സോ ഇന്ന് ഫിസിക്സ് സെഷൻ ആണ്. ഐ ആം യുവർ ഫിസിക്സ് ടീച്ചർ ഫോർ ദിസ് കംപ്ലീറ്റ് അക്കാദമിക് ഇയർ. ഓക്കെ, സോ 90+ ജോയിൻ ചെയ്തോ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? സുന്ദരിയായ ഒരു ഫിസിക്സ് ടീച്ചറെയാണ് കിട്ടാൻ പോകുന്നത്. അനുവിന്ദ് ഇപ്പൊ ചിരിക്കും. കോമഡി തന്നെ. അനുവിന്റെ സത്യമല്ലേടാ ഞാൻ പറഞ്ഞത്? അനുവിന്റെ പിന്നെ അല്ല, അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ റിമൂവ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ മൈ നെയിം ഇസ് ശ്വേത. ഓക്കെ, സോ ഐ വിൽ ബി ടീച്ചിങ് യു ഫിസിക്സ് ഇൻ ദിസ് കംപ്ലീറ്റ് അക്കാദമിക് ഇയർ ഫോർ 8th grade. Happy? So show me a notebook. Sir, look at that magic happened. Anyways, get ready with your notebook. Show me a notebook, everyone. എന്റെ സ്കില്ല് കണ്ടോ? യെസ്, ടീച്ചർ ഇന്ന് നല്ല സുന്ദരിയാണല്ലോ. നൂതൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എൽദ. Eben, everyone is saying something. Okay, everyone is showing notebook, right? Afrina, we need a dedicated notebook for physics. കേട്ടോ, കുറെ എഴുതാനുണ്ട് നമുക്ക്. Okay? Yeah, that is the thing. Anuvind is also get ready with the notebook, I guess. Aradhya, I saw that. Yeah, Muhammad Adil, you put a background like physics. കൊള്ളാടാ, പക്ഷെ വേണ്ട, സാധാ ബാക്ക്ഗ്രൗണ്ട് ഇട്ടേ വേഗാവട്ടെ. അല്ലെങ്കിൽ നീ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, സോ യൂസ് ദി ചാറ്റ് ബോക്സ്. എന്റെ മക്കളെല്ലാരും പഠിച്ചു. അയ്യോടാ, എന്റെ മക്കളെല്ലാരും പഠിച്ചു എന്ന് തോന്നുന്നു ചാറ്റ് ബോക്സ് ഉപയോഗിക്കാൻ. ബിക്കോസ് ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സീക്രട്ട് പറഞ്ഞു തരാം. ഇവിടെ മൊത്തത്തിൽ ഒരു സംസാരം ഉണ്ട് നിങ്ങളെ പറ്റി.
മൈ ന്യൂ സ്റ്റുഡൻസ് ഓൾസോ, നിങ്ങളും അങ്ങനെയായി മാറണം. ഈ മൊത്തം 8ാം ക്ലാസ്സിലെ പുതിയ ബാച്ചിനെ കുറിച്ച് ഇവിടെ എല്ലാ ടീച്ചേഴ്സിനും ഒരു സംസാരമുണ്ട്. എന്താന്ന് പറഞ്ഞു തരട്ടെ ഓ, ക്രിസ്റ്റിക്ക് ഇഷ്ടായി. ഇത്ര നേരം ഇല്ലാത്തൊരു സന്തോഷം ആ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്തവണത്തെ 8ാം ക്ലാസ്സുകാർ കൊള്ളാം എന്നാണ് ഇവിടെ എല്ലാ ടീച്ചേഴ്സും പറയുന്നത്. റിയലി? അഫ്രീന, ആരാധ്യ, അനുവിന്ദ്, എവ്രിവൺ, നിങ്ങൾ ഇതുപോലെ ആവണം കേട്ടോ. ഇവര് ഭയങ്കര ആക്റ്റീവാ. ഇവിടുത്തെ 90+ ഫിസിക്സ് ടീച്ചേഴ്സിന് ഓരോ ഇയർ ഓരോ ബാച്ചിനോട് ഭയങ്കര ഇഷ്ടം. എല്ലാ ബാച്ചിനോടും ഇഷ്ടം കേട്ടോ, അങ്ങനെയല്ല. കുറച്ചൊരു ആക്റ്റീവാ. ഓൺലൈൻ ക്ലാസ് ആണെന്ന് തോന്നേയില്ല. ഭയങ്കര ആക്റ്റീവാ. ചാറ്റ് ബോക്സിൽ ഭയങ്കര ആക്റ്റീവാ ഉത്തരങ്ങൾ പറയാൻ. ടീച്ചേഴ്സിനോട് നല്ലോണം മിണ്ടും, നല്ലോണം ഉത്തരം പറയും, നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഭയങ്കര ആക്റ്റീവാ. സർ, നമുക്ക് ആ മൗസ് പോയിന്റർ ഒന്ന് അനിക്കാലോ. ദിസ് മൗസ് പോയിന്റർ, some land is happening. That mouse pointer, yeah, just to move it over there. Okay, set. അപ്പോ അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ട് ഇവിടെ. Okay, so be happy, stay the same throughout the academic year. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ എനർജറ്റിക് ആയ 8ാം ക്ലാസ് ബാച്ച് വേണം കേട്ടോ. Everyone, just wave to the camera. If you guys agreeing with me, just wave to the camera. Afrina, we will be like this, waving to the camera, okay? Oh yeah, that is the thing. Teacher, I am okay, bright pin വേഗം ആയിക്കോട്ടെ. So basic science അല്ലേ 8ാം ക്ലാസ്സിൽ basic science ആണ്. അതിൽ ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേറ്റഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന അതിൽ ഫിസിക്സ് ടീച്ചർ ആണ് ഞാന്. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം. ഇത്രയും പോർഷൻസ് നമ്മൾ കഴിഞ്ഞ പല ബേസിക് ക്ലാസ്സുകളിലായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വൺസ് അഗൈൻ വെൽക്കം എവരിവൺ. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ നിർത്തിയത്? ലൈക് സ്ഫെറിക്കൽ മിററിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത ചില ടേംസ് പഠിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ സ്റ്റുഡൻസ് കുറച്ച് പേര് ഉള്ളത് കൊണ്ട് കൂടി മിസ് എന്താണ് കോൺകേവ് മിറർ, എന്താണ് കോൺവെക്സ് മിറർ, എന്താണ് സ്ഫെറിക്കൽ മിറർ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതിന് ശേഷം ബാക്കി ടേംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത് ഓൾറെഡി കേട്ട മക്കള് ബോറടിക്കരുത് കേട്ടോ. എന്ത് ചെയ്യണം? ഓക്കെ, എനിക്കിതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് നല്ല എന്റർടൈനിങ് ആയിരിക്കും. വൈഗ, യുവർ ഫസ്റ്റ് ക്ലാസ്. ഓക്കേടാ, വെൽക്കം ടു 90+ ഫാമിലി കേട്ടോ. യെസ് എൽഡ, റേഡിയസ് ഓഫ് കർവേച്ചർ. വെരി ഗുഡ്. ടീച്ചറിന്റെ സ്റ്റോറി കണ്ടായിരുന്നു? ഓക്കെ സിദ്ധാർത്ഥ്. മിസ് ഗിവ് അവേ ഉണ്ടോ? എടാ, ഗിവ് അവേ ഇല്ലാതെ എന്ത് ഫിസിക്സ് ക്ലാസ്? ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ അദ്രീനെയും അനുവിന്ദൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇവിടെയും ഗിവ് അവേയോ? എടാ, ഉത്തരം പറയാനുള്ള ചാൻസ് ആണ് നമ്മുടെ അടുത്ത് ഗിവ് അവേ കേട്ടോ. ഓക്കെ, ടീച്ചർ ആ ഫോട്ടോ ഇതിലുണ്ടോ? ഇല്ല സിദ്ധാർത്ഥ്, ഞാനും ഫസ്റ്റ് ടൈം. ഓക്കെ, ഐഷ, ഹൈമി, വെൽക്കം ടു 90+ ഫാമിലി. സോ എന്തായിരുന്നു സ്ഫെറിക്കൽ മിറർ എന്നാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി പുതിയ സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട്, നമ്മൾ മുഖം നോക്കുന്ന മിററിനെ എന്ത് മിറർ എന്നാ പറയാ? ബാക്കിയുള്ളവർ കമന്റ് ചെയ്തേ. മിസ്സിന്റെ ഇതുവരെയുള്ള ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും കമന്റ് ചെയ്യൂ വേഗം. എന്താ നമ്മൾ മുഖം നോക്കുന്ന മിററിനെ പറയാ? മൈ ന്യൂ സ്റ്റുഡൻസ് എവ്രിവൺ കേട്ടോളൂ. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ മിറർ. മുഖം നോക്കുന്ന കണ്ണാടിയുടെ പേരെന്താ? പ്ലെയിൻ മിറർ. ഓക്കെ, പ്ലെയിൻ മിറർ, ദാറ്റ് മീൻസ് നല്ല ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും അല്ലെ. ഇങ്ങനെ വട്ടത്തിൽ സ്കേർവ്ഡ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. അല്ലല്ലോ ആരാധ്യ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചിട്ടില്ല കേട്ടോ മോനെ. ലാൻഡ്സ്കേപ്പ് മോഡ് വെച്ചിട്ട് ശരിയാവുന്നില്ല. പക്ഷേ ഓട്ടോ റൊട്ടേറ്റ് ഓഫ് ആന്ന് തോന്നുന്നു. മിസ്സിന് മോൻ ചെറിഞ്ഞിട്ടാ കാണുന്നത്. സാരില്ല. മുഹമ്മദ് ആഹിൽ, അക്ഷയ്, അരുന്ധതി, ഗൗരി, നന്ദ, എവരിവൺ ഓൾ സെറ്റ്? മിസ്, ഞാൻ മിസ്സിനെ ഫോളോ ചെയ്യാം. മിസ് റിട്ടേൺ ഫോളോ ചെയ്യാം. മുഹമ്മദ്. ഓക്കെ, സോ പ്ലെയിൻ മിറർ എന്നാണ് മക്കളെ മുഖം നോക്കുന്ന കണ്ണാടിനെ നമ്മൾ പറയാം. അപ്പൊ ആ സ്ഫെറിക്കൽ മിറർ നമ്മുടെ അദ്രീനയ്ക്കും നമ്മുടെ സർ പുതിയ സ്റ്റുഡൻസിന്റെ പേര് മറന്നു പോകുന്നു ഗൈസ്, ആരാധ്യയ്ക്കും അനുവിന്ദിനും കൃഷ്ണയ്ക്കും വൈഗയ്ക്കും കുറച്ച് പുതിയ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ഇവർക്ക് ആരാ പറഞ്ഞു കൊടുക്കാൻ പോകുന്നേ? Who is going to tell them what is a spherical mirror? ആരെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നേ? ആർക്കാ ഗിവ് അവേ വേണ്ടത്? Who needs the giveaway? Put a red heart in the chat box. വേഗം speed up. Where is your red heart? Give me your heart. അതാണോ റെഡ് ഡേബനെ? ഓക്കെ, സോ വൈഷ്ണവി got the first giveaway. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ. വൈഷ്ണവി എനിക്ക് 2 ഹൃദയം തന്നിരിക്കുന്നു. സോ ഹായ് വൈഷ്ണവി. യു ക്യാൻ ഹാൻഡ് റേസ്. എന്താണ് ഒരു സ്ഫെറിക്കൽ മിറർ എന്നാണ് നമ്മൾ ആദ്യം ഒന്നുകൂടെ പറഞ്ഞിട്ട് തുടങ്ങാണ്. ജസ്റ്റ് റിവൈസിങ്. ഓക്കെ,
ഓൾറെഡി കേട്ടവര് ബുദ്ധിമുട്ടണ്ട. ഈ ടേംസ് ഒക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഹായ് വൈഷ്ണവി, ഗുഡ് ഈവനിങ് കുട്ട. എന്താ ഒരു സ്ഫെറിക്കൽ മിറർ നമ്മുടെ പുതിയ മക്കൾക്ക് പറഞ്ഞെടുത്ത്? നമ്മുടെ ഫ്രണ്ട്സ് ആണ് അല്ലേ? My new students, please listen. നമ്മുടെ കുട്ടി പറഞ്ഞു it is a part of a sphere. Plain mirror straight ആയിട്ട് ഇരിക്കുക. Spherical mirror എങ്ങനെ ഇരിക്കുക? Curved ആണോ straight ആണോ? ഫസ്റ്റ് അത് പറയാം. Curved ആണ്. My new students, please listen. Spherical mirror is a mirror which look curved. Okay? വളഞ്ഞിട്ടായിരിക്കുക. ഇനി എന്തുകൊണ്ട് അതിന് സ്ഫെറിക്കൽ മിറർ എന്ന് വരും? സോ വളഞ്ഞ ഒരു മിറർ മിസ് വരയ്ക്കാമേ. This is a curved mirror. And നമ്മുടെ മോള് പറഞ്ഞു മാം it is the part of a sphere. The spherical mirror is a mirror which is the part of a sphere. Clear? ഒരു സ്ഫിയറിൽ നിന്ന് മുറിച്ചെടുത്ത ഷേപ്പിൽ ഇരിക്കും നമ്മുടെ മിറർ. Clear everyone? My new students, clear? ഇതുകൊണ്ടാണ് ഈ മിററിന്റെ പേര് എന്ത്? അത്രയും വന്ന ആ കഷ്ണത്തിന്റെ പേര്. It is a mirror. It is known as what? Spherical mirror, and it is a part of a sphere. Aradhya clear? Anuvind clear? Akshay, everyone? Okay Vaishnavi, thank you so much. Okay, mute ചെയ്തോളൂ കേട്ടോ. സോ മനസ്സിലായോ? ഇനി ഇത് തന്നെ നമ്മൾ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോൺകേവ് മിറർ എന്ന് ആരാ പറയാൻ പോകുന്നത്? എല്ലാവരും മൈ ന്യൂ സ്റ്റുഡൻസ് ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള റിവിഷൻ ആണ്. കൂട്ടത്തിൽ ഞാൻ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ. ദിസ് ഇസ് അവർ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട വളരെ അടിപൊളി കോൺസെപ്റ്റുകളാണ് മിസ് പഠിപ്പിച്ചു തരുന്നുണ്ടാവുക. ഇതും കൊണ്ട് നിങ്ങൾ ക്ലാസ്സിന് കയറുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ക്ലാസ്സസ് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ബേസിക്സ് ഓൾറെഡി തെറോ ആക്കിയിട്ടാണ് നിങ്ങൾ 8ാം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്തവർ ഇതിന് മുമ്പുള്ള ബേസിക് ക്ലാസ്സുകൾ വാങ്ങിയിരുന്ന് കണ്ടാൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഈ അക്കാഡമിക് ഇയറിൽ കേട്ടോ. സോ എന്താണ് ഒരു കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ എന്ന് പറയാൻ പോകുന്ന ആൾ ഇപ്പോ ചാറ്റ് ബോക്സിൽ ഇടേണ്ട ഇമോജി is a yellow heart. Come on everyone. Yes, please. Okay. So ആരാണ് ഫസ്റ്റ് യെല്ലോ ഹാർട്ട് ഇട്ടത്? സർ ഫാത്തിമ നിയ, try participate in the giveaway. ഇടൂ കുറച്ച് ഇമോജി ഒക്കെ. Where are you Fatima? Okay, so എവിടെയാ ഫസ്റ്റ് കമന്റ് എവിടെയാ വന്നിരിക്കുന്നത്? That is from Srihari. Hi Srihari. Or you can hand raise right now. Everyone please read all the things we already discussed. കേട്ടോ? So Aradhya, Afrina and Jumna hand raise ചെയ്തിട്ടുണ്ട്. You can hand down. കേട്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം hand raise ചെയ്താൽ മതി. Jumna, I am coming to you. Hi Srihari. ശ്രീഹരിക്ക് മാത്രമാണ് അൺമ്യൂട്ട് ഓപ്ഷൻ. ചുറ്റുമുള്ളവരോട് മിണ്ടാതിരിക്കാൻ പറയണം കേട്ടോ. ശ്രീഹരി, ഹായ് ശ്രീഹരി. ഓ ഓക്കെ. സോ മോനാണ് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. വാട്ട് ഇസ് എ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ? റൈറ്റ്? മനസ്സിലായില്ല മിസ്സിന്? മിസ് ഇപ്പൊ ഇങ്ങനെ വരച്ചാ ഇത് കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ? മൈ ന്യൂ സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ. നമ്മളൊരു മിറർ വരച്ചിട്ട് ഈ കൊമ്പ് പോലെ വര വരച്ചാൽ അതിനർത്ഥം ആ സൈഡ് റഫ് സർഫസ് ആണെന്നാണ്. ക്ലിയർ? ദാറ്റ് സൈഡ് ഇസ് നോട്ട് റിഫ്ലക്റ്റിംഗ്. നമുക്കറിയാം ഒരു മിറർ എടുത്താൽ അതിന്റെ ഒരു സൈഡ് റിഫ്ലക്റ്റിംഗ് ആയിരിക്കില്ല, ഒരു സൈഡ് ആയിരിക്കും റിഫ്ലക്റ്റിംഗ്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഫിസിക്സിലെ നമ്മൾ ബ്രില്യൻ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഈ വര വരയ്ക്കും. വര വരച്ചാൽ അതിന്റെ അർത്ഥം ആ സൈഡ് എന്തല്ല? റിഫ്ലക്റ്റിംഗ് അല്ല. ഇന്നർ സൈഡ് എന്താ? റിഫ്ലക്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രീഹരി പറയും ഇത് കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ? യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദ reflecting surface curved inward like a guha, right? So parne adeyadu mirra? Concave. My new students, you can clearly see that in this case the reflecting surface or the smooth surface curved inward like a cave guha pole ullilekku kulignadana. So that is a concave mirror. ഇനി മിസ് ഒരു മിററും കൂടെ വരയ്ക്കാം. ഇത് ഏത് മിറർ ആണെന്ന് പറയണം. നോക്കിയിട്ട് പറഞ്ഞേ ശ്രീഹരി. നോക്കിയിട്ട് പറ. എടാ ഞാൻ വീണ്ടും കോൺകേവ് വരച്ച നീ കോൺവെക്സ് എന്ന് പറയാൻ പാടില്ല കേട്ടാ.
again reflecting surface curved inward അല്ലേ. ഇനി മിസ് ഒരെണ്ണം കൂടി വരയ്ക്കാമേ ശ്രീഹരി. ഇതോ really reflecting surface എങ്ങോട്ടാ കുഴിഞ്ഞിരിക്കുന്നേ? ശരിക്കും ഇതിലേതാ റിഫ്ലെക്റ്റിംഗ് സർഫസ്? എ ആണോ ബി ആണോ റിഫ്ലെക്റ്റിംഗ് സർഫസ്? മുഹമ്മദ് ബി ആണോ റിഫ്ലെക്റ്റിംഗ് സർഫസ്? വര വരച്ച റിഫ്ലെക്റ്റിംഗ് ആണോടാ? എ ആണ് റിഫ്ലെക്റ്റിംഗ് സർഫസ്. വര വരച്ച അതിനർത്ഥം റഫ് ആണെന്നാണ് കേട്ടോ. അപ്പൊ എ ആണ് റിഫ്ലെക്റ്റിംഗ് സർഫസ്. അപ്പൊ അവിടെയും ഇൻവേർഡ് അല്ലേ കുഴിഞ്ഞിരിക്കുന്ന കുട്ടാ. ശ്രദ്ധിക്കണം ശ്രീഹരി, ശ്രദ്ധിക്കണം കേട്ടോ. അതും കോൺകേവ് മിറർ ആണ്. വീണ്ടും ഒരു മിറർ മിസ് വരയ്ക്കാണ്. ഇതേത് മിററാ ശ്രീഹരി? ശ്രീഹരി ഫീൽസ് ലൈക്ക് വേണ്ടായിരുന്നു എനിക്ക് ഗിവ് അവേ. പറ, ഇതിലേതാ റിഫ്ലെക്റ്റിംഗ് സർഫസ്? എ ആണോ ബി ആണോ? പറഞ്ഞോ. സ്മൂത്ത് സർഫസ് ഏതാ? റിഫ്ലെക്റ്റിംഗ് ആയിട്ടുള്ള സ്മൂത്ത് സർഫസ് ഇതിലേതാ? എ ആണോ ബി ആണോ? വെരി ഗുഡ്, എ. സോ ഇവിടെ റിഫ്ലെക്റ്റിംഗ് സർഫസ് പുറത്തേക്കാണോ കുഴിഞ്ഞിരിക്കുന്നത് അതോ അകത്തേക്കാണോ കുഴിഞ്ഞിരിക്കുന്നത്? എടാ റിഫ്ലെക്റ്റിംഗ് സർഫസ് ഇതല്ലേ. ഇവിടത്തേക്ക് നമ്മൾ നടന്നു നോക്കാം. വെറുതെ ഒരു കേവ് പോലെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുന്നുണ്ടോ? അത് തട്ടി വീഴോ? തട്ടി വീഴോ? So is that a cave? Is that look like a cave? No. So this is a convex mirror. Clear? Okay da. So ipo with very well good example and പുതിയ മക്കൾക്ക് എല്ലാവർക്കും എന്താണ് കോൺകേവ് and എന്താണ് കോൺവെക്സ് മിറർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും I guess. സർ നമുക്ക് ഗാലറി വ്യൂ വെച്ചിട്ട് നമ്മുടെ ഒരു പുതിയ സ്റ്റുഡന്റിനെ വിളിക്കണം. ഫാത്തിമ നിയ, could you please hand raise? Oh, thank you so much, Muhammad. Yes, and Alan and Abban and Adnan have some doubt. ഇന്ന് ഒരാളേ ഉള്ളൂ. ഒരെണ്ണെന്തേ? എന്റെ മറുപാതി എന്തേ? അബ്ബാനെ അതിനെ ഒഴിവാക്കിയ നീ. എവിടെ എന്റെ മറുപാതി? കുറച്ച് കഴിഞ്ഞ് വരാന്നോ? എന്താ? ശരി ശരി, ഓക്കെ. സോ അമോന് ഡൗട്ട് ചോദിച്ചോ വേഗം. മൈ ന്യൂ സ്റ്റുഡൻസ്, ഐ ആം കമ്മിങ് ടു യു കേട്ടോ. ഫാത്തിമ നിയ പ്ലീസ് സ്റ്റേ ദേർ വിത്ത് എ ഹാൻഡ് റേസ്. യാ മോനെ, ഇത്ര നേരം മോനെ അന്ന് ഉണ്ടായല്ലോ എന്താണ് ഒരു സ്ഫെറിക്കൽ മിറർ, എന്താണ് കോൺകേവ് ആൻഡ് കോൺവെക്സ് എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഇത് വല്ലതും ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ എനിക്ക്. അത് മാത്രല്ല നമ്മുടെ പുതിയ സ്റ്റുഡൻസ് ഇത് യൂസ്ഫുൾ ആവും ഒന്ന് കേട്ടാൽ, എന്നാലേ ബാക്കി പഠിക്കാൻ പറ്റും ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ടാട്ടോ. സോ യാ, stay calm and Jumna. Fatima, I am coming to you. Wait. Hi Jumna. Jumna or Jumana? Jumna. Hi Jumna. Parjo. What is your doubt? Hello. Yes, parjoda. Landscape mode വെക്കാൻ കഴിയുന്നില്ല. കഴിയുന്നില്ലേ? എന്താ അത്? ഫോൺ ഇങ്ങനെ ഇരിക്കൂലേ? ഇത് റൊട്ടേറ്റ് ആവുന്നില്ല. എടാ ഫോണില് മറ്റേ മൊബൈൽ ഡാറ്റ ഒക്കെ ഓൺ ചെയ്യുന്ന സ്ഥലത്ത് ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ലേ? എന്നിട്ടും ആവുന്നില്ലേ? എന്നാ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ആക്കിട്ടോ. ശരി. പോർട്രേറ്റ് ഓൺ ആക്കുന്നൊക്കെ തൻവീർ പറയുന്നുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഋഷികേഷ് പറയുന്നുണ്ട്. ഓ, ലാസ്റ്റ് ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങിച്ച് കാണണേടാ. സോ നെക്സ്റ്റ് വൺ, ആരാധ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹായ് ആരാധ്യ, ഡു യു ഹാവ് എനി ഡൗട്ട്? ആരാധ്യയാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലയോ എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ബാക്കിയുള്ളവരെ ബോറടിക്കേണ്ട, കഴിഞ്ഞ ക്ലാസ്സിലെ പോർഷൻസ് വായിച്ചോട്ടാ. ഇപ്പൊ മിസ് പഠിപ്പിക്കുമ്പോ ഒന്നും അറിയാത്ത പോലെ ഇരുന്നാ ശരിയാക്കും ഞാൻ. ഓക്കെ, അത് അറിഞ്ഞാലേ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ ഋഷികേഷ്, നൈസ്. Hi Aradhya, my new student. Hi ma'am. Okay Muhammad. മോനെ എന്താ കോൺകേവ് മിറർ എന്ന് മനസ്സിലായോ ഇപ്പോ? അതായത് സ്ഫെറിക്കൽ മിറർ ഉണ്ട് രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് കോൺകേവും ഒന്ന് കോൺവെക്സും. മനസ്സിലായോ?
സ്ഫെറിക്കൽ മിറർ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് കോൺകേവ് ഒന്ന് കോൺവെക്സ്. സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞ ഒരു സ്ഫിയറിന്റെ പാർട്ട് ആയിരിക്കും ഈ മിറർ എന്നാണ് അർത്ഥം. കംപ്ലീറ്റ് ചെയ്താൽ ഒരു സ്ഫിയർ കിട്ടുന്നതാണ് അർത്ഥം. കോൺകേവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ്, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്. മോന് ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോടാ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഒരു കോൺവെക്സ് മിറർ ആണ്. മിസ് എന്തിനാ ഈ വര വരയ്ക്കുന്നതെന്നൊന്ന് പറഞ്ഞേ, ആരാധ്യ കേക്കട്ടെ. എന്തിനാ മിസ് വര വരയ്ക്കുന്നേ? ഇറ്റ് മീൻസ് റിഫ്ലക്ഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ? ഇല്ല, റഫ് ആണ് സർഫസ് കേട്ടോ. സ്മൂത്ത് സർഫസിൽ മാത്രമേ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. സോ റഫ് ആണ് കാണിക്കാൻ വേണ്ടി വരയിടുന്നത്. ക്ലിയർ? സോ ഇങ്ങനെ ഒരു മിറർ വരച്ചാല് ഇതിന്റെ ഇന്നർ സൈഡ്, ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗം റഫ് ആണല്ലോ. നടന്നു നോക്കാം, ഇതാണ് ഗുഹ പോലെ ഇരിക്കുന്ന ഭാഗം അല്ലെ, അത് റഫാ. നമ്മൾ എപ്പോഴും ഒരു മിററിന്റെ എന്തേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ? റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സ്വഭാവം. ഓക്കെ, റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങനെ ഇരിക്കുന്നത്? പുറത്തേക്കാണോ കുഴിഞ്ഞിരിക്കുന്നത്, ഉള്ളിലേക്കാണോ കുഴിഞ്ഞിരിക്കുന്നത്? Okay, so is there a concave or convex? Convex. This is the thing. Got it? Got it? If the reflecting surface curved outward, it is known as convex mirror. If the reflecting surface curved inward, it is known as a concave mirror. Clear? Yeah. Okay. 3 വീക്ക് റെസ്റ്റ് ആണ്, അതുകൊണ്ട് നോട്ട് എഴുതാൻ കഴിയില്ല. ഓക്കെ തൻവീർ, ഇറ്റ്സ് ഫൈൻ, ടേക്ക് റെസ്റ്റ് മോനെ. സൗണ്ട് പഠിക്കണ്ടേ? സൗണ്ട് പഠിച്ച് കഴിഞ്ഞില്ലേ അമ്മയാ? യാ, എനിവൺ എൽസ്? എനിവൺ ഹാവ് എനി ഡൗട്ട്? ഓക്കെ, സോ അഫ്രീന, ക്ലിയർ എവരിതിങ്? ക്ലിയർ? ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇതിന്റെ ബാക്കി ആയതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ പറഞ്ഞത്. ക്ലിയർ? സാധാരണ മിസ് ആ ടോപ്പിക് ഇന്ന് തുടങ്ങാറുള്ളൂ. ശരി, അപ്പോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്ന സാധനത്തെ കുറിച്ച് മിസ് പറയാൻ പോകുന്നേ. സോ അഫ്രീന, you can unmute now. Hi അഫ്രീന. മാധവ്, ഹരി, you want me to tell one more time? ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് ആണോ മാധവ്? പ്രോട്ടോൺ ഇലക്ട്രോൺ വരെ. ഓക്കെ, ഏബൻ, that was neutron not metron. അതാരത്? മെട്രോൺ. ഏബൻ കണ്ടുപിടിക്കേണ്ടി വരും. Hi Afrina. So I said that this is a spherical mirror. You agree with me, right? This is a spherical mirror because this is a part of a sphere. ഞാൻ വരയ്ക്കുമ്പോൾ ഒരു വളവുണ്ട്, അത് മൈൻഡ് ആക്കണ്ട. ഓക്കെ, ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കും. എന്റെ കൊച്ചവിടെ ശ്വാസം മുട്ടൊന്നും വിട്ടാൻ പറ്റാതെ. ഹായ് അഫ്രീന. സഫോക്കേറ്റ് ചെയ്താൽ ബഹളം വെക്കണേ ഇങ്ങനെ ചെയ്താൽ മതി, ജസ്റ്റ് വേവ് ചെയ്താൽ മതി, പാനിക് ആയ പോലെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പേടിച്ചിട്ട് വേഗം അൺമ്യൂട്ട് ഓപ്ഷൻ തരും. Okay, so this is a spherical mirror, right? Yes. So miss ഇത് കംപ്ലീറ്റ് ചെയ്താൽ മിസ്സിന് ഒരു സ്ഫിയർ മിറർ ശരിക്കും അങ്ങനെ ഇല്ല കേട്ടോ. വിയർ ഇമാജിനറി ലൈനാ. ഇതൊരു മിറർ ആണെങ്കിൽ മിസ്സിന് ഇങ്ങോട്ടൊരു സ്ഫിയർ അസ്യൂം ചെയ്യാം, റൈറ്റ്? സോ ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടാവും, റൈറ്റ്? This center is known as this center is known as center of curvature. എന്താ വിളിക്കുന്നത് ഈ സെന്ററിനെ? Center of curvature. Clear? So we are studying the terms associated with the spherical mirror. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ പറയൂ, മെയിൻ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും, സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ നമുക്ക് അറിയണം ഇത് എന്താ സാധനം, എവിടെ ഇരിക്കണേന്ന്. ക്ലിയർ? ഇതിന്റെ നടുക്കിൽ കൂടെ ഒരു വര വരച്ചാൽ ഇതിന്റെ സെന്ററിലായിട്ട് വേണം സി സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാൻ. ക്ലിയർ അഫ്രീന? ഇനി if we are considering this as a circle, in real ഇതൊരു 3D sphere ആണ്, but we can consider it as a circle. നമ്മൾ പ്ലെയിനിൽ വരയ്ക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിനെ എന്താ വിളിക്കുക? ഇങ്ങനെ വരയ്ക്കുന്ന സാധനങ്ങളുടെ പേരെന്താ? You can consider it as a circle. You can consider it as a circle, and this is the center. The lines drawing like this is known as കോഡോ. എന്താണ് തൻവീറെ? എടാ വരയുടെ പേരാണ് ചോദിച്ചേ. ഇത് സെന്റർ ആണെങ്കിൽ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ വരയുടെ പേരെന്താ? ഞാൻ ഇപ്പൊ വിളിക്കും അഫ്രാൻ സാറിനെ. ഫിസിക്സ് വിട്, മാത്സിലേക്ക് വരൂ. എടാ ഇതൊക്കെ എന്താ ഈ വര? ഈക്വൽ ലെങ്ത് ഉള്ള സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന വരയുടെ പേരെന്താ? കേട്ട് കഴിയുമ്പോ വിചാരിക്കും അയ്യേ ഇതിനെ കുറിച്ചാണ് ചോദിച്ചേ. എടാ ആംഗിൾ എങ്ങനെയാവുന്നേ? ഞാൻ ഈ വരയുടെ പേരല്ലേ ചോദിക്കുന്നേ. എടാ ഇറ്റ് ഈസ് ദി റേഡിയസ്. ഈശ്വര, മൈ ഹോൾ ലൈഫ് വാസ് അല്ലേ. എടാ റേഡിയസ് നോ.
അറിയാം, പെട്ടെന്ന് ഇരിക്കുമ്പോ ബ്ലാങ്ക് ഔട്ട് ആവുന്നു അല്ലേ? എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഈ പ്രശ്നം. പക്ഷെ സാരില്ലടാ, മിസ് ഇവിടെ വരെ എത്തിയില്ല. അതുപോലെ എവിടെയെങ്കിലും ഒക്കെ എത്തും കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു സ്ഫെറിക്കൽ മിററിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന വരേനെ മിസ്സിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കാലോ. അത്രേ ഉള്ളൂ ട്ടോ. അപ്പോ ദിസ് വാസ് സെന്റർ ഓഫ് കർവേച്ചർ. കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് ആണ് മിസ് എഴുതിയെടുക്കാൻ ഇപ്പൊ സമയം തരില്ല. പുതിയ മക്കൾക്ക് വേണമെങ്കിൽ ടേക്ക് എ സ്ക്രീൻഷോട്ട്. യു ഗൈസ് ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓർ യു ക്യാൻ ആസ്ക് ഫോർ ദി ലിങ്ക്. യെസ് എൽദ, ഇഷാൽ, അതൊക്കെ നമ്മൾ കഴിഞ്ഞായിരുന്നു കേട്ടോ കൂട്ടാ. സോ ഇതാണ് എന്താ സെന്റർ ഓഫ് സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഇസ് എ പാർട്ട്. മിറർ ഭാഗമാകുന്ന സ്ഫിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അഫ്രീനെ കൊണ്ട് പറയിപ്പിച്ചു. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ? മിറർ ഭാഗമാകുന്ന സ്ഫിയറിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. യു ഗൈസ് ക്യാൻ മാർക്ക് ലൈക്ക് ദിസ്. ഈ വരേനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. എത്ര വര വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഏത് വരച്ചാലും ദാറ്റ് ഇസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി എന്റെ പുതിയ മക്കളല്ല, എന്റെ പഴയ മക്കൾ കാത്തിരിക്കുന്ന ടോപ്പിക്കിലേക്ക് മിസ് പോവാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പോൾ. എഴുതിക്കോ കേട്ടോ. ഇവിടെ മുതൽ എഴുതാൻ സമയമുണ്ട് നിങ്ങൾക്ക്. മോനും എഴുതാം. അഫ്രീന, you can also write. മ്യൂട്ട് ചെയ്തോ കേട്ടോ. സോ മൈ ന്യൂ സ്റ്റുഡൻസ്, യു ക്യാൻ സ്ഥലം ഇടണമെന്നില്ലടാ. ഓരോ ക്ലാസ് ഓരോന്നാ. ഈ ക്ലാസ് മാത്രമേ കുറച്ച് കണ്ടിന്യൂഷൻ ഉള്ളൂ. വേണമെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് സെന്റർ ഓഫ് കർവേച്ചർ എഴുതാൻ ഇച്ചിരി സ്ഥലം വിട്ടിട്ട് ഇത് എഴുതി തുടങ്ങിയോ. ദ ഹെഡ്ലൈൻ ഇസ് terms associated with spherical mirror, and now the topic we are dealing with is pole. Ishan, no. Miss എന്തു പറ്റി അവന്തിക? അഫ്രീനയുടെ കുഞ്ഞനിയനാ പുറകെ കൂടെ പോന്നെ. It's okay, മോൻ. ഞാൻ മിസ് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. No one is seeing that. Okay? ആരാധ്യ, ക്യാമറ ഓഫ് ചെയ്ത് പോയോ? ഈ മിസ്സിന്റെ ക്ലാസ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അമ്മ എന്ന് കിച്ചണിൽ പോയി പറയുവാണോ ആരാധ്യ? തിരിച്ചു വരൂ. അങ്ങനെയൊന്നും ചെയ്തൂടാ. All set, right ആരാധ്യ? You can write the headline as Paul. ആരാധ്യ അല്ല പോയത്. അതാരായിരുന്നു സാർ? ആരാധ്യ ഇങ്ങനെ മിസ്സിന് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാരായിരുന്നു? തേർഡ് വൺ ആരായിരുന്നു? രണ്ട് ആരാധ്യ ഉണ്ടല്ലേ, വെറുതെ അല്ല. ഓക്കെ, എന്റെ ക്ലാസ്സിൽ രണ്ട് ആരാധ്യ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. I am finished. Oh, you got finished even. Okay, fine. So Paul എന്ന് എഴുതി കഴിഞ്ഞെങ്കിൽ just wave to the camera. I am waiting for your response. Srihari, R, Dhanus, Vaiga, Uttara, Avatika, Ranjan, Ishal, everyone. Ishan, Aradhya. മൂന്ന് ആരാധ്യമാർ ഉണ്ടായിരുന്നു. Very good. Jisma done, Fatima done. Everyone is waving to the end. So what is Paul? എന്തായിരുന്നു കുട്ടാ Paul? ലാസ്റ്റ് ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് ഒന്ന് പറഞ്ഞിട്ടാ മിസ് പോയത് എന്താണ് പോൾ എന്ന്. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞു നമ്മുടെ മിറർ ഭാഗമാകുന്ന സ്ഫിയറിന്റെ പാർട്ടാവുന്ന സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ട്, അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. പക്ഷെ നമ്മുടെ ഈ മിററിന് ഒരു സെന്റർ ഇല്ലേ? ഇത്രയും വന്ന മിറർ ആണെങ്കിൽ അതിനൊരു സെന്റർ ഉണ്ടാവില്ലേ ഇവിടെ? കറക്റ്റ്, അതിന്റെ പേരാണ് പോൾ. കിട്ടിയോ? മിറർ ഭാഗമാകുന്ന സ്ഫിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ എങ്കിൽ മിററിന്റെ തന്നെ സെന്റർ ആണ് പോൾ. അനുഗ്രഹ, പ്ലീസ് ഹാൻഡ് റേസ്. ട്രാക്ക് മാറ്റി ഞാൻ ക്രിസ്റ്റി എഴുതിയെടുത്തോട്ടാ. Pole of a mirror is the midpoint of the reflecting surface of the mirror. മിററിന്റെ റിഫ്ലെക്റ്റിംഗ് സർഫസിന്റെ സെന്റർ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ. കേട്ടോ? I didn't understand. Fatima, could you please hand raise? പോൾ മനസ്സിലായില്ല. ഐഷ, ഹൈമി. ഓക്കെ, ഒരാൾ എനിക്ക് വേണം, ബാക്കി എല്ലാരും ശ്രദ്ധിക്കുക. ഐഷ, ഹൈമി ശ്രദ്ധിക്കുക. ഓക്കെ, തൻവീർ. അനുഗ്രഹ അല്ല, ഫാത്തിമ ഷദ. ആരാധ സർ? ഫാത്തിമ ഷദ. പേരൊക്കെ ഞാൻ പഠിച്ചു. ഫാത്തിമ ഷദ വരയ്ക്കണം, വലുതാ വരയ്ക്കണം. ഓക്കെ, സോ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കുക. ഒരാളോട് ഞാൻ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതാരാ? ഐ ഡിഡന്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് പറഞ്ഞ ആളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അനുഗ്രഹയാണോ? ഒന്നുകൂടെ പറയാൻ ചോദിച്ച ആള് അനുഗ്രഹയാ? ബാക്കിയെല്ലാം എഴുതിയെടുക്കണേ. അനുഗ്രഹ. ഹായ് അനുഗ്രഹ, വേർ ആർ യു? പ്ലീസ് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടാണോ ഇരിക്കുന്നത്? ആരാധ്യ,
ചെയ്യരുത് കേട്ടോ. അനുഗ്രഹ ഹായ് മോനെ. ഇത് മനസ്സിലായില്ല മോനെ? ഏതാ മനസ്സിലാവും? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായതല്ലേ? You already know, right? What is a spherical mirror? What is the center of curvature? What is the radius of curvature? ഇതൊക്കെ കിട്ടിയല്ലേ? അതൊന്നും മനസ്സിലായിട്ടില്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ, സെന്റർ ഓഫ് കർവേച്ചർ, അതൊക്കെ ക്ലിയർ അല്ലേ? ലേറ്റ് ആയി വന്നിട്ട് ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഇടിച്ച് ഞാൻ ആ സ്ഫെറിക്കൽ മിറർ എടുത്ത് ഞാൻ ഒരു കുത്തും കേട്ടോ. ആ കൊച്ചിന്റെ കുറ്റല്ല അല്ലേ, നെറ്റിന്റെ കുറ്റ. എന്നാ സാരമില്ല, എല്ലാ വട്ടവും നെറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അനുഗ്രഹ ടീച്ചേഴ്സിനെ പറ്റിക്കാൻ പാടില്ല കേട്ടോ, സത്യം മാത്രമേ പറയാം. ശരി എടാ, ഒന്നുമില്ലടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്സ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു മിസ്. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, അതൊക്കെ മോനെ ഓർമ്മയുണ്ടല്ലോ ഓൾറെഡി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മിസ് എന്താണ് പോൾ എന്ന് ജസ്റ്റ് പറഞ്ഞു, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കണേ. മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഐഷ ഹാമി, ഫാത്തിമ ഷദ്ദ, എല്ലാരും ശ്രദ്ധിക്കണം. നമ്മുടെ സ്ഫെറിക്കൽ മിറർ ഇങ്ങനെ ഇരിക്കുന്നു, ഓക്കെ, ഇത്രയും വന്ന കഷ്ണം, അതിനൊരു സെന്റർ ഉണ്ടാവില്ലേടാ, അതാണ് പോള്. മനസ്സിലായോ? നമ്മുടെ മിറർ പാർട്ട് ആവുന്ന ഒരു സ്ഫിയർ ഉണ്ട് ഇവിടെ അല്ലേ? ഇല്ലേ? അനുഗ്രഹിച്ചിരിക്കാൻ പാടില്ല. മിറർ ഭാഗമാകുന്ന ഒരു സ്ഫിയർ ഇവിടെ ഉണ്ട് അല്ലേ? ആ ഓക്കെ ഹൈമി, ഓക്കെ, അതിനൊരു സെന്റർ ഉണ്ട് അല്ലേ? അതെ, ഇവിടെ ഇരിക്കുക, അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഈ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്റർ ആണ് പോൾ. ക്ലിയർ? മുഹമ്മദ് ചാർജ് ഒക്കെ ആക്കിയിട്ട് വേണ്ട വരാൻ. ശ്വേതാ മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് അറിയില്ല നിങ്ങക്ക്? മിസ് കംപ്ലീറ്റ് ട്രാക്ക് മാറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എന്ന് പറഞ്ഞവരൊക്കെ കമന്റ് ചെയ്യൂ. മിസ് പോൾ മനസ്സിലായില്ല. ഐഷ ഇപ്പൊ മനസ്സിലായോ? ഐഷ ഹെയ്മി മനസ്സിലായോ? അനുഗ്രഹിക്ക് മനസ്സിലായി. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഫാത്തിമ ഷദ്ദ മനസ്സിലായോ? ഫിനിഷ് എവരിവൺ. ലക്ഷ്മി എന്താണ് മുഹമ്മദ്? ഓക്കെ, സോ മൂവിങ് ഓൺ. അടുത്ത എഴുതുവാണോ? വേഗം എഴുതിക്കോ, സ്പീഡ് അപ്പ്. Pole of a mirror is the midpoint of the reflecting surface of the mirror. ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വന്നിട്ട് പറയും ഒരു സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തേ, ഒരു റേഡിയസ് മാർക്ക് ചെയ്തേ, ഒരു പോള് മാർക്ക് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആരെയും പോൾ എന്ന് ചോദിക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ്. Oh, Tanvir is like, ma'am, give away. And I'm moving on to the next term related to the spherical mirror, which is principal axis. Principal axis. So, center of curvature കഴിഞ്ഞു, radius of curvature കഴിഞ്ഞു, pole കഴിഞ്ഞു, ഇനി principal axis. അതാണ് അടുത്ത term related to spherical mirror. ഐഷ ഹൈമി ഒരു സ്ക്രീൻഷോട്ട് എടുക്കും മോനെ, കുറെ നേരം മിസ് ചെയ്ത്. എന്താണ് സിദ്ധാർത്ഥ? വാട്ട് ഈസ് ദാറ്റ്? ധനുഷ് ഓർ ധനുസ്? ധനുസേ, സിനിമ തിയേറ്ററിൽ ഇരിക്കുക, ഒരു പോപ്കോൺ തരട്ടെ ഞാൻ നിനക്ക്. ധനുസേ ബുക്ക് കാണിച്ചേ, നീ എഴുതുന്നുണ്ടോ വലുതോ? ധനുസ് കേൾക്കുന്ന പോലും ഇല്ലാന്ന് തോന്നുന്നു. എന്റെ എക്സ്പ്രഷൻ എന്താ മാറാത്തെ? ധനുസ് കെ മഹേഷ, കേക്കുന്നുണ്ടാ? നീ എവിടെയാ? നിന്റെ നോട്ട്ബുക്ക് എന്തേ? ഫണ്ണാ, ഫുൾ ഫണ്ണാ. തിരിച്ചു പിടിച്ചേ, എല്ലാം എഴുതുന്നുണ്ടോ നോക്കട്ടെ. എഴുതുന്നുണ്ടാ? പോള് വരച്ചല്ലേ? എഴുതിയാ പോള്? ആ ക്യാമറയുടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം, അപ്പൊ എനിക്ക് നല്ലോണം കാണാൻ പറ്റും. ധനുസ, നീ ഇരിക്കണമെന്ന് എനിക്കില്ലേ? നീ ഒന്നും എഴുതാതെ ഇരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ ഒരു ആളെയും പുറം ചട്ട കണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല അല്ലെ? ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാൻ ജഡ്ജ് ചെയ്തു നിന്നെ, തെറ്റ് പറ്റി എനിക്ക്. നീ എല്ലാം എഴുതുന്നുണ്ട്, നല്ല മോനെ കേട്ടോ. ശരിടാ, സോറി പറയുന്ന ടീച്ചർ ആദ്യമായിട്ടാ കാണുന്നത്. ആണോ ധനുസേ? ഓക്കെ, സോ എനിവേസ് ഒന്നുമില്ല. നെക്സ്റ്റ് ടോപ്പിക്. യെസ് അഡാൻ, വാട്ട് ഈസ് അഡാൻ? പ്രിൻസിപ്പൽ ആക്സിസ്. എന്താ കുട്ടാ പ്രിൻസിപ്പൽ ആക്സിസ്? ടെക്സ്റ്റ് എപ്പോ വരും? ആതിഷ്, എനിക്ക് മലയാളം മീഡിയം ടെക്സ്റ്റ് കിട്ടി കേട്ടോ. കൊള്ളാടോ, സൂപ്പർ ടെക്സ്റ്റാ. സോ എന്താ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് മിസ് പറയട്ടെ. നമ്മുടെ മിററിന് ഒരു പോൾ ഉണ്ട്. നിങ്ങൾ എഗ്രി ചെയ്യുമല്ലോ?
ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. നിങ്ങൾ എഗ്രി ചെയ്യല്ലോ? ഇത് രണ്ടും കൂടി നീട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്ന വരയുടെ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. മെയിൻ ആക്സിസ്. നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ അല്ലേ മെയിൻ? അതോ നിങ്ങളാണോ മെയിൻ? നിങ്ങളല്ല, പ്രിൻസിപ്പൽ അല്ലേ മെയിൻ. അതുപോലെ നമ്മുടെ സ്ഫെറിക്കൽ മിററിന്റെ മെയിൻ വരേനെ പറയുന്ന പേര്, അതിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും നീട്ടി വരച്ചാൽ കിട്ടുന്ന വരയുടെ പേരാണ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ദ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ പോളിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. യു ഹാവ് ടു ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കണക്ടിംഗ് ദി പോൾ ആൻഡ് ദി സി ദ സെന്റർ ഓഫ് കർവേച്ചർ ഇസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. നീട്ടി വരച്ചാലും പ്രശ്നമൊന്നുമില്ല, അതിൽ കൂടെ കടന്നു പോകണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ വരെ വരച്ചാലും മതി. മെയിൻ മിസ് എന്ന് പറഞ്ഞില്ലേ ട്രോള് ചെയ്തോ എന്ന്? ഞാൻ ട്രോള് ചെയ്യും സെലിബ്രിറ്റി. ഓക്കെ മുഹമ്മദ്. കുറച്ച് പേര് വായിച്ചു സാർ. അതാരൊക്കെയാ? മയൂഖ, അഭിനവ്, ആദിത്യൻ, ആദിദേവ്, അബ്ദുൽ, സന, സൻഹ, വൈഗ, വീണ്ടും വൈഗ, അതിയ അല്ലേ, ആൽഡിയസ്. എല്ലാരും ക്യാമറ ഓൺ. എവിടെ വണ്ടി? ക്യാമറ ഓൺ ചെയ്യാനുള്ളതാണ്. വേഗാവട്ടെ. 90+ ക്യാമറ ഓഫ് ചെയ്തിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മിസ് മാത്രമേ കാണുന്നു, പിന്നെ ആ ക്ലാസ് ടീച്ചർ ഒന്ന് കാണുന്നുണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ ആരും കാണുന്നില്ല. വേഗാവട്ടെ. ബ്രൈറ്റ് വിൻ, വാട്ട് ഹാപ്പൻ? യാ മുഹമ്മദ്, യു ആർ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം റൈറ്റ്? മുഹമ്മദ് വിളിപ്പിക്കണോ ഞാൻ ക്ലാസ് ടീച്ചറെ കൊണ്ട്? മുഹമ്മദ് അലി റൈറ്റ്? മുഹമ്മദ് ആഹിൽ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തവനെ, ഞാൻ ഒന്ന് കാണട്ടെ. എന്റെ മക്കൾ എഴുതി കഴിഞ്ഞാൽ പറയണം ട്രാക്ക് മാറ്റാൻ വേണ്ടിട്ടാ. യാ ആരാധി, if you don't have any doubt you can hand down. നീ എന്റെ ഫാനൊക്കെ തന്നെ, അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. പക്ഷെ ക്ലാസ് ടൈമിൽ പോയി ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന ഞാൻ എവിടെ വണ്ടി എടുക്കും ഞാൻ. ഓ പിന്നെ നീ ക്ലാസ് ടൈമിൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നേ എനിക്കറിയാം. ശരി, പ്രോമിസ് പ്രോമിസ് പ്രോമിസ്. കൈ പൊങ്ങുന്നില്ല നിന്റെ. ഓക്കേടാ, കുഴപ്പമില്ല. ഞാൻ എന്റെ മക്കളെ വിശ്വസിക്കും കേട്ടോ. സോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പോവല്ലേ, ഡോണ്ട് ഡു ദാറ്റ്. ക്ലാസ്സിന് ശേഷം മിസ്സിനെ തപ്പിക്കോ, പ്രശ്നമില്ല കേട്ടോ. ശരി ശരി. എന്താ മിസ് കുഞ്ഞി പിള്ളേരെ പിടിച്ച് ചൂണ്ടി കാണിച്ച് എന്താണ് ആരാധ്യ? യെസ്, ട്രാക്ക് മാറ്റാൻ സമയമായി. എഴുതി കഴിഞ്ഞുവെങ്കിൽ നെക്സ്റ്റ് ടേം അപ്പർച്ചർ എഴുതിക്കോ. The next term is aperture. എഴുതിക്കേ APERTURE. എങ്ങനെ വായിക്കുന്നത്? aperture. The aperture of a spherical mirror. എന്തായിരിക്കും അത്? ആതിഷ്, എനിക്ക് തുമ്മലുള്ളത് കൊണ്ട്. യെസ് നിയ, സ്ലൈഡ് കാണിക്കുമോ? ഏത് സ്ലൈഡ് ആലത്തെ? ഇത്ര നേരം ഞാൻ ഇത് വെച്ചോണ്ട് ഇവിടെ ഇരുന്നിട്ട്. വേഗം എഴുതാം. സ്പീഡ് അപ്പ്, ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഐ വോണ്ട് ടു സേ സംതിങ്. യെസ് നൂതൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ സർ? ഓക്കെ, ബാക്കിയുള്ളവർ എഴുതുന്ന ഗ്യാപ്പില്. ഓക്കെ, അപ്പർച്ചർ എന്താന്ന് എന്റെ മക്കൾ എഴുതിക്കോ. then I will explain. First you can copy it down. ഓ അബാന അഡ്നാൻ രണ്ടുപേരും ഒന്നിച്ച് വന്നല്ല ഫൈനലി. സർ ആരാധ? നൂതൻ. ഹായ് നൂതൻ. സൂര്യകൃഷ്ണ, ഓക്കെ, ഇനിയെങ്കിലും ഇനി ശ്രദ്ധിച്ചിരിക്കാട്ടോ. പവർ കട്ട്. ഓക്കെ ധനുസ്. ഈബൻ, പറഞ്ഞോടാ നൂതൻ, പറഞ്ഞോ. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറ. ആ നെറ്റ് കട്ടായപ്പോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ മനസ്സിലായില്ല എന്നാണോ പറയുക? ഞാൻ കരയും ഇപ്പൊ. എടാ കേട്ടില്ല എന്ന് പറയണം കേട്ടോ. ശരി, ഒന്നുമില്ല. മിസ് എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൽ ആക്സിസ് ആ പറഞ്ഞത്. മിസ് നോക്കട്ടെ ബാക്കിൽ പോയിട്ട്. പ്രിൻസിപ്പൽ ആക്സിസ് ആ പറഞ്ഞത്. ബാക്കിയുള്ള ഒരു എഴുതി എടുത്തോട്ടാ, സമയം കളയണ്ട. എടാ സെന്റർ ഓഫ് കർവേച്ചർ എന്താന്ന് മോനെ അറിയാലോ?
സ്ഫെറിക്കൽ മിറർ എന്താണെന്ന് അറിയാം, പോൾ എന്താണെന്നും കേട്ടു. ഈ പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും നീട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്ന വരയാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു സ്ഫെറിക്കൽ മിററിന്റെ മേജർ നടുക്കിക്കൂടെ കടന്നു പോകുന്ന ആക്സിസിന്റെ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. കേട്ടോ? അത്രേ ഉള്ളൂ. യെസ് ആരാധ്യ? ധനുസ്, എന്റെ ക്ലാസ്സിനെ കുറിച്ചാണോ നീ പറഞ്ഞത്? എടാ എല്ലാരും ഇങ്ങനെ ഒരു ഡൗട്ടും നെറ്റ്വർക്ക് കട്ടും കൊണ്ടുവന്ന ഞാൻ എന്ത് ചെയ്യും? ആരാധ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡു യു ഹാവ് എനി ഡൗട്ട്? ആരാധ്യ, ലക്ഷ്മി, if you have any doubt you can nod your head. Yes, okay, unmute. What is your doubt, Kutta? What is your doubt? ചോദിക്ക് വേഗം വേഗം. Unmute. I'm giving you an unmute option. ഇന്നാ പിടിച്ചോ. Unmute. സിദ്ധാർത്ഥ് accept ചെയ്യൂല കേട്ടോ. Hello miss. ഓക്കെ ധനുസ്, ഞാൻ വെച്ച എന്റെ ക്ലാസ്സിനെ കുറിച്ചാണ്. ഹായ് ആരാധ്യ ചോദിച്ചോ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ബാക്കി എല്ലാരും എഴുതി എടുത്ത് വായിച്ചു നോക്കി എന്താണ് അപ്പർച്ചർ എന്ന്. പറഞ്ഞോ മോനെ. പ്രിൻസിപ്പൽ ആക്സിസ്. എടാ നിങ്ങളുടെ നെറ്റ് കട്ടായി. ഞാൻ ഈ 1.5 മണിക്കൂറിൽ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ ശരിയാവും? അർജുൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഒരു വട്ടം കൂടി മിസ് പറയാട്ടോ. എടാ ഒന്നുമില്ലടാ, സെന്റർ ഓഫ് കർവേച്ചറും പോളും ഇത് രണ്ടും എന്താന്ന് മോനെ അറിയാലോ. ഒരു മിററിന് ഒരു പോൾ ഉണ്ട്, ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് അല്ലേ. ഇത് രണ്ടും നീട്ടി വരയ്ക്കുമ്പോ കിട്ടുന്ന വരയാണ് പ്രിൻസിപ്പൽ ആക്സിസ്. മോൻ ആദ്യം മോന്റെ ബേബി സിസ്റ്റർ ഓർ ബ്രദർ ആളെ നീക്കി നിർത്തിയിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. അതർവൈസ് യു കാൺ ഗെറ്റ് എനി പോയിന്റ്സ്. കേട്ടോ? സോ പോളും സെന്റർ ഓഫ് കർവേച്ചറും കൂടി നീട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്ന വരയുടെ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കേടാ? അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഫൈൻ, സെറ്റ്. ഇനി മാക്സിമം നെറ്റ് ഉള്ള സ്ഥലത്ത് പോയി ഇരിക്കണേ എന്റെ മക്കളെല്ലാവരും. ശരി, കുറെ ഹാൻഡ് റൈസ് ഉണ്ട്. ഇതൊക്കെ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് ഒന്നുകൂടെ പറയാനാണോ? ഹു ഇസ് ദാറ്റ് സർ? someone is waving to me. Who is that? അനുവിന്ദയെ പറഞ്ഞോടാ. മൈ ന്യൂ സ്റ്റുഡന്റ്, വാട്ട് ഈസ് യുവർ ഡൗട്ട് കുട്ടാ? Okay, എല്ലാം എഴുതിയല്ലേ? നല്ല മോൻ. Okay, you already write aperture. Fine, അനുവിന്ദ്. അത് പറയാൻ വേണ്ടി ഞാൻ ഹാൻഡ് റൈസ് ചെയ്തേ. Oh my god. Okay, അത് പറയാൻ ചാറ്റ് ബോക്സിൽ ഇടണേടാ, സമയം കളയല്ലേ കേട്ടോ? ഓക്കെ ആദിത്യ, അപ്പൊ മിസ് എന്താണ് അപ്പർച്ചർ എന്ന് പറയാൻ പോവാ. ഈ ഡൗട്ട് ഉള്ള കുറച്ച് പേരുണ്ടല്ലേ, ന്യൂട്ടൺ, പിന്നെ അഡോൺ, പിന്നെ അമ്മൈ, പിന്നെ ആരുമില്ല. ഇവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. മിസ് വരാട്ടോ. മിസ് കാണുന്നുണ്ട് ഹാൻഡ് റൈസ്, പക്ഷെ കുറെ നേരം ഈ ഒരു സ്ലൈഡിൽ നിൽക്കുന്നത്, അതുകൊണ്ടാണ് മിസ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. ഐ വിൽ കം ടു യു കേട്ടോ. സോ എടാ ഒന്നുമില്ലടാ, നമ്മുടെ മിററിന് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്, ഒരു റഫ് സർഫസ് ഉണ്ട്. കറക്റ്റ് ആണോ? ആണെങ്കിൽ ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്, ഒരു റഫ് സർഫസ് ഉണ്ട്. ഇതിലെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇല്ലേ, സ്മൂത്ത് സർഫസ്, അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ക്ലിയർ? ആ സ്മൂത്ത് സർഫസിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. അത്രേ ഉള്ളൂ. എന്ത് പറ്റി അഫ്രീന? ഒരു വട്ടം കൂടെ പറയാം. ഓക്കെ, നമ്മുടെ മിററിന് ഒരു റഫ് സർഫസ് ഉണ്ട്, ഒരു റിഫ്ലക്റ്റിംഗ് സ്മൂത്ത് സർഫസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇപ്പുറത്തെ സൈഡ് റഫ്, ഇപ്പുറത്തെ സൈഡ് സ്മൂത്ത്. ഏത് സൈഡ് വേണമെങ്കിലും ആവാം കേട്ടോ. ഈ സ്മൂത്ത് സർഫസ് ഇല്ലേ, റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ ഭാഗത്തിന് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നല്ല ഇപ്പൊ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേറൊരു പേര് അപ്പർച്ചർ. ആ സ്മൂത്ത് സർഫസിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. അത്രേ ഉള്ളൂ. അപ്പർച്ചർ ഓഫ് എ മിറർ ഇസ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദി മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നതിന് പകരം ഒരു പേര് പറയാണ്, ഈ സ്മൂത്ത് സർഫസ് ആണ് അപ്പർച്ചർ. അത്രേ ഉള്ളൂ. ക്ലിയർ എവരിവൺ? ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. അഡോൺ ഓഫ് അനുഗ്രഹ. ശരി, ആയിക്കോട്ടെ. അഡോൺ, വാട്ട് ഈസ് യുവർ ഡൗട്ട് കുട്ടാ? ബാക്കി മക്കളെ പേടിക്കണ്ട. ഈ പറന്നു വന്ന സാധനങ്ങളുടെ പേര് എഴുതി വെക്കാം. ഈ പറന്നു വന്ന സാധനങ്ങൾ കണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടിട്ട് അനിമേഷൻ നോക്ക്. നിങ്ങൾ കണ്ടാ? ഓക്കെ, സോ അതിന്റെ നോട്ട്സ് എഴുതിയെടുക്കുക. എന്നിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നിങ്ങൾ സമയം കളയണ്ട. ഇവിടെ കുറച്ച് പേർക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട്, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. നിങ്ങൾ ടൈം കളയണ്ട. എന്താണ് ഒരു ഇറക്റ്റ് ഇമേജ്, എന്താണ് ഒരു ഇൻവേർട്ടഡ് ഇമേജ്, എന്താണ് ഒരു വിർച്വൽ ഇമേജ്, എന്താണ് ഒരു റിയൽ ഇമേജ് എന്ന് അറിഞ്ഞിട്ട് വേണം എന്റെ മക്കളെ 8ാം ക്ലാസ്സിലേക്ക് പോവാൻ. അപ്പൊ അതിനുവേണ്ടി അത് എഴുതിയെടുക്കാം. എഴുതിയെടുത്തിട്ട് മിസ് പറഞ്ഞുതരാം. ഓരോന്ന് എണ്ണി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആംബുലൻസ് കംസ് ആസ്
എന്താണ് അതിശയം? 5 അല്ല 4? ഞാൻ 5 എന്ന് പറഞ്ഞോ വിശാൽ? ഓക്കെ, സോ ഡൗട്ട് ഉള്ളവര് ആരാത്? ഐഷ അല്ല, അഡോൺ പോയാ? ഡൗട്ട് ഇല്ല. സിദ്ധാർത്ഥ് ഇറക്റ്റ് ഇമേജ് എഴുതി എടുക്കണം, മിസ് എല്ലാം പറഞ്ഞുതരാം എന്താന്ന്. അഡോൺ വാട്ട് ഈസ് യുവർ ഡൗട്ട് ചോദിക്കും. അഡോണേ മിസ്സേ ചോദിക്കും മോനെ. ഫസ്റ്റ് കാണിച്ച സ്ലൈഡ് ഇല്ല, ഒന്ന് കാണിച്ചിരുന്നു. യു മീൻ വെൽക്കം സ്ലൈഡ്? അതല്ല എഴുതാൻ വേണ്ടി പറഞ്ഞില്ലേ ഫസ്റ്റ്? ഇതാ? അതല്ല, അതിന് മുമ്പ് ഇതാ. അപ്പൊ ഇത്ര നേരം നീ എവിടെയായിരുന്നു? ടീച്ചർ ആദ്യത്തെ ഇതെന്താ ടീച്ചർ, അത് എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല. ഇതാണോ കൂട്ടാ? ഏറ്റവും ഫസ്റ്റ് കാണിച്ചത്. ഓ എടാ, അത് കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്കോ? കഴിഞ്ഞ ക്ലാസ്സിൽ നീ ഉണ്ടായതല്ലേ, അപ്പൊ എഴുതിയില്ലേ? സ്ക്രീൻഷോട്ട് എടുത്തോ? ഇതാണോ എഴുതാൻ പറ്റാത്തെ? എന്നാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടാ, സ്ഥലം വിട്ടാ മതി, അത് ചെയ്തിക്കോ. ചെയ്തു? അഡോൺ എന്നെ പേടിയാണോ അഡോണെ? ചിരിക്കുന്ന അഡോൺ. നെക്സ്റ്റ് വൺ ശരിയാക്കി തരാട്ടോ. നെക്സ്റ്റ് വൺ ഐഷ ആണോ? ഹായ് ഐഷ ഹേമി. ആതിശയ ഒന്ന് വെയിറ്റ് ചെയ്യടാ, എഴുതിയെടുക്കാത്. ഐഷ ചോദിക്കും മോനെ. ഐഷ ഹേമി ഇതാ? ഇത് അല്ല, മ്യൂട്ട് ചെയ്യല്ലേ കുട്ടാ? ഏത് സ്ലൈഡാന്ന് പറയോ? ഈവൻ വാട്ട് ഹാപ്പൻ ഈവൻ ചോദിക്കും. ഐഷ ഹേമി ചോദിക്കും മോനെ, ഏത് സ്ലൈഡാ? അതിന്റെ മുമ്പത്തെ. You mean this one? Okay. This one, principal axis. Take a screenshot. എന്നിട്ട് എഴുതിയാൽ മതി, സ്ഥലം ഇട്ടോടത്ത് പിന്നീട് എഴുതി വെച്ചാൽ മതി കേട്ടോ, ആഫ്റ്റർ ദി ക്ലാസ്. ഓക്കെ, എടുത്തല്ലോ? ശരി. ലാസ്റ്റ് സ്ലൈഡ് അർജുൻ, ഇതല്ലേ ലാസ്റ്റ് സ്ലൈഡ് അർജുൻ? ഇനി ആർക്കാ ഡൗട്ട്? എല്ലാരും എഴുതിയെടുക്കണേ. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ മിസ്സിനോട് പറയണം. യാ, ആർക്കാ? ആഹിൽ, എന്ത് പറ്റി ആഹിൽ? വൈ ഐഷ? ഇത് കാണിക്കാൻ പറയാനാ? ശരിടാ. നെക്സ്റ്റ് വൺ, നോ ഡൗട്ട്സ് റൈറ്റ്? ഓ, എന്തൊരു നല്ല മക്കളായിട്ട് ക്യാമറ ഓൺ ചെയ്ത് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇരുന്ന് എഴുതുന്ന എഴുത്ത് കണ്ടോ? വെറുതെ അല്ല എല്ലാവരും പറയുന്നത് 8ാം ക്ലാസ്സുകാർ കൊള്ളാം. ആരാധ്യ ലക്ഷ്മി എഴുതി കഴിഞ്ഞാ പറയണേ എവ്രിവൺ. ഇറക്റ്റ് ഇമേജ് എന്ത് സ്റ്റോറി ഇടണേന്ന് മുഹമ്മദ്? നീ ഇൻസ്റ്റാഗ്രാം വിട്ടില്ലേ മുഹമ്മദേ? ഇൻവേർട്ടഡ് ഇമേജ്, വിർച്വൽ ഇമേജ്, റിയൽ ഇമേജ്. ഹായ് ഫാത്തിമ നിയ, ഓൾ സെറ്റ് കുട്ട? ഡൗട്ട് ഉണ്ടോ? ഓ, ഹായ് ഫാത്തിമ നിയ, പ്ലീസ് അൺമ്യൂട്ട്. മോനെ എല്ലാം സെറ്റ് ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതുവരെ? ശരി, എഴുതി കഴിഞ്ഞാ പറയാട്ടാ. ആരോ ഹാൻഡ് റൈസ് ചെയ്തു, എനിക്കിപ്പോ ഹാൻഡ് റൈസ് കാണുമ്പോ പേടിയാ. ഹായ് അഭിനവ്. ഓക്കെ അനുവിന്ദ്, ഗുഡ് ബോയ്. ഹായ് അഭിനവ്, ഗുഡ് ഫറ. എഴുതി കഴിഞ്ഞാൽ എല്ലാരും പറയണം യെസ് ഉത്തരം. യെസ്, ഫിലിം പ്രൊജക്ടർ ഈസ് ആതിഷ്. തൃശ്ശൂരാണോ നിന്റെ വീട്? തോന്നി. അഭിനവേ, സ്ക്രീൻഷോട്ട് എടുക്കുന്ന നോക്ക്, കൊള്ളാം. ഫുൾ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. സെറ്റ്. ബുക്കില്ല അല്ലേ? തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. മിസ് വാട്ട് ഈസ് ഇൻസ്റ്റാഗ്രാം? ഐ ഡോണ്ട് നോ. നീ അറിയണ്ട, അത് നല്ല ദൈവൻ മറന്നു കളഞ്ഞേക്കോ കേട്ടോ.
ഓക്കെ, ഞാനും തൃശ്ശൂർ. ഓക്കെ രഞ്ജൻ. സോ മിസ് ഓരോന്നോരോന്നായിട്ട് പറയാൻ പോവാ. എല്ലാരും എഴുതി കഴിഞ്ഞു എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആൻ ഇറക്റ്റ് ഇമേജ്? വാട്ട് ഈസ് ആൻ ഇറക്റ്റ് ഇമേജ് എന്ന് മിസ് പറയാം. എന്റെ മക്കള് മിററില്, സാധാ മിറർ ഉണ്ടല്ലോ, പ്ലെയിൻ, വളവൊന്നും ഇല്ലാത്ത നേരെയുള്ള മിററിൽ മുഖം നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇമേജ് കാണും, റൈറ്റ്? ഇവിടെ ഒരു ഇമേജ് കാണും, റൈറ്റ്? അത് അനുവിന്റെ ചിച്ചൂട, അത് നേരെയാണോ തല തിരിഞ്ഞിട്ടാണോ കാണാറ്? മിസ് പ്ലീസ് സ്ലൈഡ് കാണിച്ചു തരും. ഏത് സ്ലൈഡ്? എടാ അതിലേക്ക് ഞാൻ പോവാം. ഓരോ പോയിന്റ് ആയിട്ട് മിസ് പറയാം. അപ്പൊ എഴുതിയാ മതി കേട്ടോ, അപ്പൊ എഴുതിയാ മതി. പറയൂ, സ്ട്രെയിറ്റ് ആണോ തല തിരിഞ്ഞിട്ടാണോ കാണാറ്? വേഗം പറ. അപ്പൊ നിയ പ്രവീൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ആണോ ഉത്തരം പറയാനാണോ? നിയ പാർവീൻ. ഓ സോറി, അല്ല അത് കൊച്ചിന്റെ പേര് ശരിയാക്കി തന്നോ ടീച്ചറെ? ശരിയാക്കി തന്നു. ആ ചോദിക്കടാ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ആദിശേ മോനെ, എനിക്ക് സ്ഫെറിക്കൽ എന്നൊരു മോചനം ഇല്ലാന്ന് തോന്നുന്നു. ഇതാണല്ലോ പോള്, അത് മോന് മനസ്സിലായതല്ലേ? ഇതാണല്ലോ സെന്റർ ഓഫ് കർവേച്ചർ, അത് മനസ്സിലായതല്ലേ? ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്ന വരയുടെ പേര്, നീട്ടി വരയ്ക്കുന്ന വരയുടെ പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. കേട്ടോ, എത്രയേ ഉള്ളൂ. പേര് മാറ്റിയല്ല, നമുക്ക് ശരിയായിട്ടില്ലേ കാണുന്നത്? പർവീൻ എന്നല്ലേ കാണുന്നത്? ശരിയാക്കി കേട്ടോ. ശ്വേതാംസ് പറഞ്ഞ എല്ലാം നടക്കും ഇവിടെ. ഓക്കെടാ. സോ ഹൂ ഇസ് ദാറ്റ്? ലവീന, യു ക്യാൻ ഹാൻഡ് റൈസ്. അപ്പൊ എന്റെ മക്കള് ഇവിടെ പറയുന്നുണ്ട് എന്ത്? മിസ്സേ, മുഖം നോക്കുന്ന മിററില് മുഖം നോക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന ഇമേജും എങ്ങനെയായിരിക്കുക? നേരെയായിരിക്കുക അല്ലെ? നേരെയായിരിക്കുക. സോ ഈ ഇമേജിന്റെ പേരാണ് ഇറക്റ്റ് ഇമേജ്. മീൻസ് തല തിരിഞ്ഞതല്ല, upright. It appears upright. നേരെ തന്നെ ഇരിക്കും. ഞാൻ നേരെ നിന്നാൽ I can see നേരെ. ക്ലിയർ? ഇതാണ് ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് മീൻസ് നിവർന്നത്. സിദ്ധാർത്ഥ്, അതെങ്ങനെ കാണും? തല തിരിഞ്ഞിട്ടാണോ? നമ്മള് ഇപ്പൊ ഇങ്ങനെ മിറർ നോക്കുന്ന സമയത്ത്, ലവീന ഐ വിൽ കം ടു യു കേട്ടോ. ഇവിടെ മിററിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ കാണുന്നത്. ഇങ്ങനെയല്ലല്ലോടാ കാണുന്നേ. ഇതാണ് ഇൻവേർട്ടഡ്. ഇങ്ങനെയല്ലല്ലോ കാണുന്നേ, അല്ലല്ലോ. ഇതാണ് കറക്റ്റ്. ദാറ്റ് മീൻസ് upright image. That means erect image. Clear everyone? ആ ടേം കാണാതെ പഠിച്ചു. ERECT. Erect means നിവർന്നത്. സൂപ്പർ ഡ്രോയിങ് മാം. താങ്ക് യു സോ മച്ച് അർജുൻ. പണ്ട് ഞാൻ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങാറുണ്ട്. യെസ് ലവീന, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ലവീന ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഹായ് ലവീന. സോ അടുത്തത് ഇൻവേർട്ടഡ് ഇമേജ്. എവരിവൺ നോ റൈറ്റ്? ലാറ്ററൽ ഇൻവേർഷനെ കുറിച്ചല്ല മാധവ് മിസ് പറയുന്നത്, തല തിരിയുന്നതിനെ കുറിച്ചാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ലാറ്ററൽ അല്ല, ഇതല്ല. ലവീന, വാട്ട് ഹാപ്പൻ മോനെ? ദേ ആർ ഗിവിംഗ് യു ആൻ അൺമ്യൂട്ട് ഓപ്ഷൻ. യു ക്യാൻ ടാപ്പ് ഓൺ ഇറ്റ് ആൻഡ് സ്പീക്ക്. യാ, ലവീനക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെയായിരുന്നു അല്ലെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊരു ഭാഗ്യവതിയാന്ന് നോക്കിയ എന്റെ മോള്. ലവീന എടാ മ്യൂട്ട് ചെയ്യല്ലേ, സ്റ്റേ അൺമ്യൂട്ടഡ്. അപ്പേർച്ചർ എന്ന് പറഞ്ഞ ഒന്നുമില്ലടാ. ഞാൻ ഈ വളവ് വരച്ച് വരയ്ക്കും. എടാ ഒരു മിററിന് ഒരു റഫ് സർഫസ് ഉണ്ട് അല്ലെ, കൊമ്പ് വരയ്ക്കുന്ന അല്ലേ? ഒരു ശ്രദ്ധിക്കണം, ഇവിടെ ഒരു സ്മൂത്ത് സർഫസ് ഉണ്ടല്ലോ ഇവിടെ ഉള്ളില്. ആ സ്മൂത്ത് സർഫസിനെ, റിഫ്ലക്റ്റിംഗ് സർഫസിനെ വിളിക്കുന്ന പേരാണ് അപ്പേർച്ചർ. അത്രേ ഉള്ളൂടാ. ഓക്കെ, അനുഗ്രഹ വേഗം ആവട്ടെ കേട്ടോ. സോ കമ്മിങ് ബാക്ക് ടു ദിസ്. ഇനി ഡൗട്ട് ഉള്ളവരൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യാം. മേ കൃഷ്ണ, ഷസാന, ഐ ക്യാൻ സീ യുവർ ഹാൻഡ് റൈസസ്. മിസ് വരാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഓക്കെ. ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റഡ് 180 ഡിഗ്രി ഓർ അപ്സൈഡ് ഡൗൺ. നിങ്ങൾ ഇത് എഴുതിയാൽ മതി. അപ്സൈഡ് ഡൗൺ, തല തിരിഞ്ഞതിനാണ് ഇൻവേർട്ടഡ് ഇമേജ് എന്ന് വിളിക്കുക. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തല തിരിഞ്ഞ് കണ്ടാൽ ഇൻവേർട്ടഡ് ഇമേജ് വിളിക്കും കേട്ടോ. തൻവീർ, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും മിററിൽ കാണുന്ന ഇമേജ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞതല്ലേ, ടക്ക് ഇങ്ങോട്ട് തിരിഞ്ഞതായിരിക്കും
കേട്ടോ. നമ്മുടെ റൈറ്റ് ഇമേജിന്റെ ലെഫ്റ്റ് ആയിട്ടാ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല. അപ്ഡേറ്റഡ് ടെക്സ്റ്റ് പ്രകാരം ലെറ്റ് സി വാട്ട് ഇസ് ഗോണ ഹാപ്പൻ. പാർട്ട് 1 മാത്രമേ ഇപ്പൊ കിട്ടുള്ളൂ. സോ വാട്ട് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിൽ ഇങ്ങനെ തലതിരിയും. ഇങ്ങനെ ഇരിക്കുന്ന ഇമേജ് ഇങ്ങനെ തലതിരിയും. ഇതാണ് ഇൻവേർട്ടഡ്. ഇതാണ് ഇറക്റ്റ് ഇമേജ്. കണ്ടോ? ഒബ്ജക്റ്റ് മിസ് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഇമേജ് ആണ് ഇറക്റ്റ് ഇമേജ്, ഉണ്ടാവുന്ന ഇമേജ്. മിസ് ഇങ്ങനെ ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഇമേജ് ആണ് ഇൻവേർട്ടഡ് ഇമേജ്. ഇത് 180 ഡിഗ്രി തിരിയും. 180 ഡിഗ്രി തിരിയും. കിട്ടിയോ? യെസ് ആയിഷാന. വാട്ട് ഹാപ്പൻ അമേ കൃഷ്ണ? അമേ കൃഷ്ണ saying it's urgent. What is your urgency? പറ അമേ. അടുത്തത് വിർച്വൽ ഇമേജ് അല്ലേ? ഹായ് അമേ. മാം, ആ എനിക്കൊരു റേഞ്ച് ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്ക് കുറെ ക്ലാസ്സിന് കുറച്ച് ടൈം മിസ്സായി. ക്ലാസ് അതുകൊണ്ട് അപ്പൊ തൊട്ടുള്ള സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. കുട്ടാ അമ്മേ ഒന്ന് ലിങ്ക് വാങ്ങാമോ ഈ ക്ലാസിന്റെ? ഓക്കെ. അപ്പൊ മോന് പീസ്ഫുള്ളി എല്ലാം കേൾക്കാ, പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കാലോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണ്ട, ഡയറക്ട്ലി നോട്ട് എഴുതാലോ. ഓക്കെ? അല്ലെ കൊറേ സമയം പോകും. മോനും കൂടെ പഠിക്കാനുള്ള സമയാട്ടാ. ഓക്കെ. യെസ് എൽദ, ഇറക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻവേർട്ടഡ്. അഫ്രീന, മലയാളം മീനിങ് ഒന്നുമില്ലടാ. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നത്, നേരെ ഉള്ളത്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞത്. കേട്ടോ? തല തിരിഞ്ഞത്. ഓക്കെ അനുഗ്രഹ. ഷസാന, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഇനി മിസ് പറയാൻ പോകുന്നത് വിർച്വൽ ഇമേജിനെ കുറിച്ചിട്ടാണ്. വിർച്വൽ ഇമേജും റിയൽ ഇമേജും. മിസ്സിനെ നിങ്ങൾ ശരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടോ? മിസ്സിനെ വേഗം പറ, വേഗം പറ. ശ്വേത, മിസ്സിനെ നിങ്ങൾ ശരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? ഇല്ല, ഇൻ റിയൽ നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. സോ ഐ ആം യുവർ റിയൽ ടീച്ചർ ഓർ വിർച്വൽ ടീച്ചർ? പറയൂ. Virtual teacher. That means the image which forms when the light rays appear to meet at a definite point after reflection from the mirror. മിററിൽ വന്ന് ഒരു ലൈറ്റ് റേ വീണതിന് ശേഷം റിഫ്ലക്ട് ബാക്ക് ചെയ്ത് രണ്ട് ലൈറ്റ് റേസ് ശരിക്കും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ മാത്രമേ നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുള്ളൂ. ഓക്കെ? പക്ഷെ ഒരു വിർച്വൽ ഇമേജ് എങ്ങനെയാ? ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്ന പോലെ തോന്നുകയാണ്. നമ്മൾ കൂട്ടിമുട്ടുന്ന പോലെ നമുക്ക് തോന്നുന്നേ ഉള്ളൂ, പക്ഷെ ശരിക്കും കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന ഇമേജ് ആണ് വിർച്വൽ ഇമേജ്. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. ഇപ്പോ ലൈറ്റ് റേസ് അപ്പിയർ ടു, ദാറ്റ് മീൻസ് മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. റിഫ്ലക്ഷന് ശേഷം, മിററിൽ നിന്ന് റിഫ്ലക്ഷന് ശേഷം ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന പോലെ തോന്നുന്നു. വെറും ഫേക്ക് ആയ ഒരു തോന്നലാണത്, ശരിക്കും മുട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ഇമേജ്. അവരെ ഒരിക്കലും നമുക്ക് ഒരു സ്ക്രീനിൽ വീഴിക്കാൻ പറ്റില്ല. Fatima Wafa, you have to get your recorded link of this particular class. Get a Wafa on time class il join cheyana mone. Yeah, that is it. So എന്താ റിയൽ ഇമേജ്? നമുക്കൊരു സ്ക്രീനിൽ വീഴിക്കാൻ പറ്റുന്ന ഇമേജ് ആണ് റിയൽ ഇമേജ്. ലൈറ്റ് റേസ് ശരിക്കും കൂട്ടിമുട്ടും. ഓക്കെ? ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ശരിക്കും ഒരു പോയിന്റിൽ റിഫ്ലക്ഷന് ശേഷം കൂട്ടിമുട്ടുന്നുണ്ടെന്ന് വിചാരിക്കാതെ ഈ പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാവുന്നുണ്ടാവുക. അതൊക്കെ നിങ്ങൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്ന പോലെ തോന്നും, തോന്നൽ കൊണ്ട് ഉണ്ടാവുന്ന ഇമേജും റിയൽ ഇമേജ് അത് സ്ക്രീനിൽ വീഴിക്കാൻ പറ്റൂല. റിയൽ ഇമേജ് സ്ക്രീനിൽ വീഴിക്കാൻ പറ്റും. ദേ റിയലി മീറ്റ്, ലൈറ്റ് റേസ് റിയലി മീറ്റ് എന്നും കൂടെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു. ലൈറ്റ് റേസ് റിയലി, അതായത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ, നിങ്ങൾ റിയലി മീറ്റ് ചെയ്യുന്ന ടീച്ചർ, ദാറ്റ് ഈസ് യുവർ റിയൽ ടീച്ചർ ആൻഡ് ഐ ആം യുവർ വിർച്വൽ ടീച്ചർ. വൈ വി ആർ നോട്ട് മീറ്റിംഗ്? ഡയറക്ട്ലി നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. കേട്ടോ? Muhammad Ahil, everything looks good only. Okay, so clear ആയെന്ന് വിചാരിക്കുന്നു. Aben, എല്ലാതും വിർച്വൽ ആയിരുന്നെങ്കിൽ. സിദ്ധാർത്ഥ്, everyone clear? എടാ പുതിയ പുതിയ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, വേഗം വേഗം സ്പീഡ് ആക്കും. ഹലോ എവ്രി വൺ, വേഗം. മാം ഇപ്പോൾ ക്ലാസ്
ഇരിക്കുന്നത് എവിടെയാണ്? തൻവീർ, എല്ലാം വിർച്വൽ റിയാലിറ്റി ആണ്, അവിടെ ഇരിക്കട്ടെ അങ്ങനെ കേട്ടോ. തൻവീർ, എവ്രിവൺ ക്ലിയർ? ഇതാരാ ഹാൻഡ് റൈസ് ചെയ്തൊക്കെ ഡൗട്ട് ഉള്ളവരാണോ? ആ ഷസ്നയ്ക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ. ഷസാന റൈറ്റ്? ഓക്കെ. സോ എല്ലാവർക്കും എഴുതിയെടുത്തു. എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് എഴുതിയെടുക്കാൻ വേണ്ടി ഒരു സൂപ്പർ സാധനം തരാം, എഴുതിയെടുക്കാം കേട്ടാ. ഒന്നും മനസ്സിലാവൂല, പക്ഷെ മിസ് എല്ലാം പറഞ്ഞുതരാം. വലിയൊരു കഥയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഗിവ് അവേ ഫുഡ്. ഓക്കെ നൂതൻ. ഹായ് ഷസാന. ഹായ് ഷസാന. ഷസാന ക്യാമറ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും പോയോ? ആണോ സിദ്ധാർത്ഥ്? ഓ ഗൗരി നന്ദ. ഷസാനിനെ കാണുന്നില്ല സർ, ബാക്കിയുള്ളവർക്ക് അഡ്മിറ്റ് ഓപ്ഷൻ കൊടുക്കാം. ആ സമയത്ത് എല്ലാവരും എഴുതിയെടുത്തോ. ആ ഗ്യാപ്പിൽ കുറച്ച് പേർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യട്ടെ. What is that, Adon? Yeah. Who is that? Alan Santosh. Hi Alan Santosh. You seems very happy. എന്താടാ? യെസ് ടീച്ചർ. മോൻ എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തേ? ഉണ്ടല്ലോ. ഏത് മോനെ? മനസ്സിലായില്ല മിസ്സിന്. സ്ക്രീനിൽ വീഴിക്കാൻ പറ്റുന്ന പ്രൊജക്ടർ ആണോ റിയൽ ഇമേജാ ഫോം ചെയ്യുന്നത്? സ്ക്രീനിൽ വീഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റിയൽ ഇമേജ് ആട്ടോ. വിർച്വൽ ഇമേജിനെ ഒരിക്കലും ഒരു സ്ക്രീനിൽ നമുക്ക് വീഴിച്ച് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ. എടാ യു ആർ ഫ്രം ട്രിവാൻഡ്രം റൈറ്റ്? ഓക്കെ. ഇല്ല സ്ക്രീൻ മാറ്റുന്നില്ല അനുഗ്രഹം, സ്റ്റക്കാക്കി ഞാൻ. So yeah, Aditya. Hi Aditya. Hi Aditya. What is your doubt? Aditya, you can unmute right now. Aditya, ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം കേട്ടോ. ആദിത്യ എന്ത് പറ്റി ആദിത്യ? എന്റെ ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ കയറുന്നേ? ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ കയറുന്നേ? ആണ്. ഓക്കെ. മിസ്സിന്റെ പേര് ശ്വേത കേട്ടോ. ശ്വേത കിട്ടിയോ? ഓക്കെടാ. ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണേ. മിസ് ആദ്യം പറഞ്ഞിരുന്നു മിസ്സിന്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്വേത എന്ന്. കണ്ടാ? ഓരോ ബാക്ക്ഗ്രൗണ്ട് മാറ്റിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. ഡോണ്ട് സ്റ്റേ ലൈക്ക് ദിസ് കേട്ടോ. ടീച്ചർ ഐ ആം ഗോയിങ് ഇൻ 24 hours in പാലക്കാട്. ഓക്കെ നൂതൻ. ഹു ഇസ് ദാറ്റ്? ആരാധ്യ. എല്ലാരും എഴുതി കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം കേട്ടോ. ആരാധ്യ വിജയ്. 4 ആരാധ്യ ഉണ്ടോ നമുക്ക്? ഹായ് ആരാധ്യ. സിദ്ധാർത്ഥ് ചോദിച്ച മോനെ വാട്ട് ഈസ് യുവർ ഡൗട്ട്? എടാ ഒന്നുമില്ല. ഇപ്പൊ ഒരു ഒബ്ജക്റ്റിനെ മിസ് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം, ഒരു മിററിന്റെ മുൻപില് നേരെ. ഇത് ഒബ്ജക്റ്റ് ആണ്. ഉണ്ടാവുന്ന ഇമേജ് അതെ ഇങ്ങനെ ഇരിക്കാം, തല തിരിഞ്ഞിട്ട്. മനസ്സിലായോ? ദാറ്റ് മീൻസ് 180 ഡിഗ്രി എങ്ങനെ മെഷർ ചെയ്യാം? ഇങ്ങനെ. ഇവിടെ ഇരിക്കുന്ന സാധനം ഡയറക്റ്റ് തിരിഞ്ഞ് താഴെ എത്തി, അതിന്റെ അർത്ഥം 180 ഡിഗ്രി തിരിഞ്ഞു എന്നാ കേട്ടോ. ഇതാണ് ഇൻവേർട്ടഡ് ഇമേജ്. ഇൻവേർട്ടഡ് ഇമേജ് കേട്ടോ. That is the thing. Okay? അതല്ല ടീച്ചർ എന്റെ പേര് സിദ്ധാർത്ഥ്. I didn't get you. ഓ ഓക്കെ. ആരാധ്യ പി ഗിരീഷ്. നെക്സ്റ്റ് വൺ. എല്ലാരും എഴുതി. ഷസാന തിരിച്ചു വന്നിട്ടുണ്ട് സാർ. നമ്മൾ കുറെ വിട്ട് അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തു, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ക്യാമറ ഓഫ് ചെയ്ത് എവിടെ പോയതാ ഷസാന?
പിടിച്ചു പിടിച്ചു. ഷസാന ഇസ് ലൈക്ക് പിടിച്ചു അമ്മ, എന്നെ പിടിച്ചു. അതിന് വേണ്ടി തന്നെയാ ഞാൻ ഇവിടെ ഇരിക്കണം. വേഗം പറഞ്ഞോ, എവിടെ പോയത്? ക്യാമറ ഓഫ് ചെയ്തിട്ട്. അമ്മേ, കൊച്ചു ക്യാമറ ഓഫ് ചെയ്ത് എവിടെയാ പോയത്? അതെയാ, ശരി ശരി. മോൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും അമ്മ കൊച്ചു കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എവിടെയോ പോയി. ഞാൻ കൊറേ വിളിച്ചു, കേട്ടില്ല. ശരി ശരി, ഓക്കെ. മോൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കുട്ടാ? ഷസാന മാം, എനിക്ക് വിർച്വൽ ഇമേജും ഇൻവേർട്ടഡ് ഇമേജും ഒന്ന് പറഞ്ഞു തരുമോ? മോനെ, വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് മിററിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ബാക്ക് ചെയ്തിട്ടാണല്ലോ നമുക്ക് ആ ഇമേജിനൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ശരിക്കും. സോ വരുന്ന ലൈറ്റ് റേസ് ശരിക്കും, അമ്മോട് ഇച്ചിരി പതുക്കെ സംസാരിക്കാൻ പറയും, ബാക്കി എല്ലാരും കേൾക്കുന്നു. ഓക്കെ, സോ വരുന്ന ലൈറ്റ് റേസ് ശരിക്കും മീറ്റ് ചെയ്യുന്നില്ല ഒരു പോയിന്റില്. ഇപ്പൊ ഞാൻ എങ്ങനെ, എന്നെ മോൻ ശരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. വി ആർ ഡൂയിങ് എവറിത്തിങ് വിർച്വലി, റൈറ്റ്? അപ്പോ ഞാനൊരു വിർച്വൽ ടീച്ചറാണ്. എന്തുകൊണ്ട്? ശരിക്കും മീറ്റ് ചെയ്യുന്നില്ല. അതുപോലെ ലൈറ്റ് റേസ് ശരിക്കും മീറ്റ് ചെയ്യാതെ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു, അപ്പിയർ ടു മീറ്റ് അറ്റ് സം പോയിന്റ്. അങ്ങനെ ഉണ്ടാവുന്ന ഇമേജിന്റെ വിളിക്കുന്ന പേരാണ് വിർച്വൽ ഇമേജ്. ഓക്കെ, ക്ലിയർ? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈറ്റ് റേ കൂട്ടിമുട്ടിയിട്ട് തന്നെ ഉണ്ടാവാം നമുക്ക് വിസിബിളി ഒരു പോയിന്റിൽ. അപ്പൊ ഈ റിയൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ വീഴിക്കാനൊക്കെ പറ്റും, സ്ക്രീനിൽ കാണാനൊക്കെ പറ്റും ആ ഇമേജിനെ. വിർച്വൽ ഇമേജിനെ ഒരിക്കലും സ്ക്രീനിൽ വീഴിക്കാൻ പറ്റില്ല, കേട്ടോ? ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. തലതിരിഞ്ഞ ഇമേജ്, മിസ്റ്റർ ഒബ്ജക്റ്റിനെ ഇങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് തലതിരിഞ്ഞിരിക്കുക, അതാണ് ഇൻവേർട്ടഡ് ഇമേജ്. മിസ്റ്റർ ഒബ്ജക്റ്റിനെ ഇങ്ങനെ വെക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ മിറർ നോക്കുമ്പോൾ നമുക്ക് നിവർന്ന ഇമേജ് തന്നെ, അത് റിയൽ ഇമേജ്. തലതിരിഞ്ഞ ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ്. ഓക്കെ, ശരി. ഓക്കെ, സോ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ, എഴുതി കഴിഞ്ഞാൽ അറിയിക്കണേ മിസ്സിനെ. മിസ്, ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ? നോ അർജുൻ. ഇവിടെ ഒരു സാർ ഉണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് വെള്ളമൊന്നും കൊണ്ടുതരാതെ. ഓക്കെ, സോ ഫിനിഷ് പറയുന്നുണ്ട് എല്ലാരും. ഇനി ആർക്ക് ഡൗട്ട്? ഗൗരി നന്ദ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഇനി ഈ കഥയിലേക്കാണ് മക്കളെ നമ്മൾ പോകുന്നത്. ഡോണ്ട് വറി, ഐ ആം ഗെറ്റിംഗ് ഇൻ ടു ദിസ്. ഓക്കെ, സോ യാ, മിസ്സിന് തൊണ്ട വേദനിക്കുന്നുണ്ടോ? ആരെന്താ? യെസ്, ഇച്ചിരി. സാറിന്റെ നെയിം ആൽബിൻ സർ. ഓക്കെ, സോ ഇനി ഈ കഥയിലേക്ക് പോവാണ്. ഗൗരി നന്ദയുടെ ഡൗട്ട് മിസ് ഇനി ക്ലാസിന്റെ എൻഡിലായിരിക്കും കേട്ടോ ഡൗട്ട് ക്ലിയറൻസ്. ക്ലാസിന്റെ എൻഡിൽ മിസ് എല്ലാവർക്കും 5 മിനിറ്റ് സമയം തരാം. അപ്പൊ നമുക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ടേബിളിന്റെ കഥ കേൾക്കാം. പോളേട്ടന്റെ വീട്ടിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങാൻ പോവാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ടേബിൾ എന്റെ മക്കൾ വരച്ചെടുത്തല്ലോ. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. കം ഓൺ എവരിവൺ. നോ അനുവിന്ദ്, നോട്ട് നൗ. എഴുതി കഴിഞ്ഞാൽ അഡോൺ സ്പീഡ് അപ്പ്. അഡോണേ, യെസ് ധനുഷ്, ട്രാക്ക് മാറ്റാൻ പോവാ. അഡോൺ മനോജ്, മിസ്സിന് തൊണ്ട വേദനിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കൂ ടീച്ചർ. ഓ, എന്റെ മക്കൾ എന്തൊരു കെയറിങ് നോക്കൂ. കുഴപ്പമില്ല, ഇനിയിപ്പോ എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാം കേട്ടോ. ഓക്കെ, സോ എല്ലാവരും കുറച്ച് പേര് എഴുതി കഴിഞ്ഞിട്ടില്ല. അവിടെ സ്പീഡ് ആക്കുക. അഡോണേ, സ്പീഡ് ആക്കുക. നൂതൻ, ഇറ്റ്സ് എ സീക്രട്ട്. അതെന്തിനാ ആതിഷ്? വെറുതെ, ഒരാവശ്യമില്ല കേട്ടോ. ഒരു മേലനങ്ങുന്നേ ഇല്ല ആതിഷ്. ഋതു വർഷ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സൂര്യകൃഷ്ണയുടെ കഴിഞ്ഞു, അഡോണിന്റെ കഴിഞ്ഞു. ഫൈൻ. സോ ഇനി മിസ് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. ഇതൊരു മിറർ ആണെന്ന് വിചാരിക്കാം. എവരിവൺ നോസ് റൈറ്റ്? ദിസ് ഈസ് എ മിറർ. ഇനി മുതൽ ആരെങ്കിലും വരച്ചാലും നിങ്ങൾ പറയും മിസ് ഇതൊരു മിറർ ആണ്. ഇതിന്റെ പേരെന്താ? വേഗം പറ. Put it in the chat box. The center of curvature. This one, the pole. ഇത് തമ്മിൽ നീട്ടി വരയ്ക്കുന്ന വര പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പല പൊസിഷനുകളിലായിട്ട്
നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയോ? ഒബ്ജക്റ്റിനെ വെക്കാൻ പോവാ. ദാറ്റ് മീൻസ് ഇതാണ് ഒരു മിറർ അല്ലെ. മിററില് മിസ് എന്ത് ചെയ്യാൻ പോവാ? പല പല പൊസിഷനിലായിട്ട് ഒബ്ജക്റ്റിനെ കൊണ്ടുവയ്ക്കാൻ പോവാ. ഫോർ എക്സാമ്പിൾ മിസ്സിന് വേണമെങ്കിൽ മിററിന്റെ തൊട്ടടുത്ത ഒബ്ജക്റ്റിനെ വെച്ചൂടെ? തൊട്ടടുത്ത ഒബ്ജക്റ്റിനെ വെക്കാലോ. വേണമെങ്കിൽ ഇച്ചിരി നീക്കി വെക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടെ നീക്കി വെക്കാം, വേണമെങ്കിൽ അങ്ങ് ഇൻഫിനിറ്റിലും കൊണ്ടുവയ്ക്കാം. എവിടെ അത് ലോഗോ തിന്നു? ഇവിടെയും കൊണ്ടുവയ്ക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് മിസ്സിനെ ഒബ്ജക്റ്റിനെ കൊണ്ടുവയ്ക്കാം. നമ്മളൊരു മിററിന്റെ മുമ്പിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവയ്ക്കാം. പക്ഷെ ഈ മിററിന് ഒരു സ്വഭാവം ഉണ്ട്. ദിസ് ഇസ് എ കോൺകേവ് മിറർ, റൈറ്റ്? കോൺകേവ് മിററില് 6 പൊസിഷനുകളിൽ നമുക്ക് ഇങ്ങനെ ഒബ്ജക്റ്റിനെ വെക്കാം. ഈ 6 പൊസിഷനിൽ ഒബ്ജക്റ്റിനെ വെക്കുമ്പോഴും കിട്ടുന്ന ഇമേജും 6 ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും. എന്താ മിസ് പറഞ്ഞേ? ഒരു കോൺകേവ് മിററില് മിററിന്റെ ഫ്രണ്ടില് 6 പൊസിഷനുകളിൽ നമുക്ക് ഒബ്ജക്റ്റിനെ വെക്കാം. കിട്ടുന്ന ഇമേജും 6 ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും. ഇതുവരെ മനസ്സിലായോ? ഇനി ആ പൊസിഷനുകൾ ഏതൊക്കെയാണെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതൊരു വലിയൊരു കഥയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ. എവ്രി വൺ നിങ്ങളും വരയ്ക്കും മിസ്സിന്റെ കൂടെ. ഒരു കോൺകേവ് മിറർ വരച്ചേ, വേഗാവട്ടെ. എന്നിട്ട് ഒരു പോള് മാർക്ക് ചെയ്തേ, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചേ, സെന്ററിൽ ഒരു സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തേ. വരച്ചു കഴിഞ്ഞാൽ പറയാം കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്തു? കോൺകേവ് മിറർ വരയ്ക്കുന്ന കേട്ടോ. അപ്പൊ ദേ ഇവിടെ വേണം കൊമ്പ് ഇടാൻ. കാരണം എന്താ? സ്മൂത്ത് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ലൈക്ക് എ കേവ്. സോ ദിസ് ഇസ് എ കോൺകേവ് മിറർ. ജസ്റ്റ് ഡ്രോ എ സെന്റർ ഓഫ് കർവേച്ചർ. ഒരു പോൾ ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, അതിൽ കൂടെ കടന്നു പോകുന്ന. ഈസി. കഴിഞ്ഞിട്ടില്ലേ ഇവൻ? 6 പൊസിഷൻ പഠിക്കാൻ പോവാ. ഇല്ല ജീന, എഴുതിയാ മതി കേട്ടോ പിന്നീട്. ഡൺ. ഓക്കെ, വരച്ചു കഴിഞ്ഞല്ലോ. ഇനി മിസ്സിന് നിങ്ങളോട് സീക്രട്ട് പറയാനുണ്ട്. ഈ ഡിസ്റ്റൻസിന്റെ പേരെന്താ? റേഡിയസ് ഓഫ് കർവേച്ചർ. കറക്റ്റ്? ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതിന്റെ സെന്റർ അല്ലെങ്കിൽ ഇതിന്റെ പകുതിയിൽ ഒരു കുത്തിടും നമ്മൾ. അവന്റെ പേരാണ് ഫോക്കസ്. പുതിയൊരു പേര് പഠിച്ചില്ലേ? ഫോക്കസ് ഓഫ് ദി മിറർ. നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയിൽ, റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത്തിന്റെ പകുതി. ഇതൊന്നും ഇപ്പൊ എഴുതണ്ട നിങ്ങൾ. ഇതൊക്കെ നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും ബാക്കി വേണ്ടേ? അതിന് വേണ്ടി അവിടെ ഇരുന്നോട്ടെ. ഞാൻ തന്നെയല്ലേ ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? സോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കണം. എഫ് എന്ന് ഇട്ടാൽ മതി എന്റെ മക്കള്. ക്യാപിറ്റൽ എഫ് ആണ് ഇടേണ്ടത്. മനസ്സിലാക്കി വെക്കുക. ഫോക്കസ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണെന്നാണ് ശ്വേത മിസ് പറഞ്ഞത്. അങ്ങനെ ഓക്കെ. ഇത് എവിടെയാ വരുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ നടുവില്, കറക്റ്റ് സെന്ററിൽ നമ്മളൊരു ഫോക്കസ് മാർക്ക് ചെയ്യണം. ഇനി യാത്ര തുടങ്ങാൻ പോവാ. ഓക്കെ, ഇനി നമ്മൾ യാത്ര തുടങ്ങാൻ പോവാ. 6ന്റെ പകുതി. യെസ് ഏബൻ. ഓക്കെ, സോ ഫസ്റ്റ് പൊസിഷൻ എന്താ ഈ ടേബിളിലെ? ഫസ്റ്റ് പൊസിഷൻ ഇതാണ്. നിങ്ങളുടെ 6 പൊസിഷൻ ബേസിക്കലി കണ്ടോ? ഇതാണ് നിങ്ങളുടെ 6 പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ നോക്കിക്കേ. അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കണ്ണെത്താ ദൂരത്ത് എന്നാണ് അർത്ഥം. എന്താ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാ? കണ്ണെത്താ ദൂരത്ത് എവിടെയോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മുടെ ഒബ്ജക്റ്റിനെ കൊണ്ട് വെക്കാനായിട്ട് പോവാ. ഓക്കെ, 1 second guys, let me take the slide back. ഒഴുകിപ്പോയത്. മിസ് എവിടെയാ കൊണ്ടുവയ്ക്കാൻ പോകുന്നേ? അങ്ങ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത് ആ ലോഗോയ്ക്കും അപ്പുറത്ത് ദൂരത്ത് ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അതാണ് ഫസ്റ്റ് പൊസിഷൻ. ക്ലിയർ? എവിടെയാ ഇപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? ഇൻഫിനിറ്റിയിൽ. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മിസ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇനി അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരാന്ന് വിചാരിക്കാം. നിങ്ങൾ ഇവിടെ പൊസിഷൻ നമ്പർ 1 അറ്റ് ഇൻഫിനിറ്റി എന്ന് എഴുതും. അറ്റ് ഇൻഫിനിറ്റി എഴുതിയാ? അവിടുന്ന് ഒരു ജേർണിയാണ് ആ ഒബ്ജക്റ്റ് നടത്താൻ പോകുന്നത്. മിസ് മഞ്ഞ ഇത് വെച്ചിട്ട് വരയ്ക്കാം. ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് അങ്ങ് ഇൻഫിനിറ്റി. ഈ 6 പൊസിഷനും കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ കേട്ടോ, പേടിക്കണ്ട. ഫസ്റ്റ് പൊസിഷൻ കിട്ടിയ എവിടെയാ? ഇൻഫിനിറ്റിയില്. നിയ പർവീൻ ശ്രദ്ധിച്ചിരിക്കണേ കുട്ടാ. ഇതൊക്കെ ക്ലാസ് എടുക്കണ മുന്നേ പഠിച്ചു വരുന്നത്. ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ സ്പീച്ച് പോലെ പറയുന്നു. നോ വേ ആരാധ്യ. ഓക്കെ, അങ്ങ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്നേ. ഇനി അത് പറന്ന് എവിടേക്ക് പോവാൻ പോവാ? ഇവിടെ. എവിടെ എത്തിയേ? ഇവിടെ. ഈ പൊസിഷന്റെ പേരെന്താ? ബിയോണ്ട് സി. സിക്ക് അപ്പുറം.
പൊസിഷൻ നമ്പർ 2 ബിയോണ്ട്, BEYOND, ഓക്കെ, ബിയോണ്ട് സി, സിക്ക് ഇപ്പുറം. ക്ലിയർ ക്ലിയർ. സിയുടെ അപ്പുറത്ത് നമ്മൾ ബേസിക്കലി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? ചന്ദ്രേട്ടന്റെ ഫാമിലെ പശുവിനെ കാണാൻ പോവാ. ആരെ കാണാൻ പോകുന്നേ? ചന്ദ്രേട്ടന്റെ ഫാമിലെ പശുവിനെ കാണാനാണ് പോകുന്നത് ബേസിക്കലി. അപ്പൊ ട്രാവൽ ചെയ്യേണ്ടത് എങ്ങോട്ടാ? പൊസിഷൻ ഓർത്ത് വെക്കാൻ വേണ്ടിട്ടാ മിസ് പറയുന്നത്. ഇതുവരെ മിണ്ടാതിരുന്ന നമ്മുടെ അബാൻ എവിടെ പശു? അബാനെ ശ്രദ്ധിച്ചിരിക്കണേ. സോ എന്തൊക്കെ കോഡാ സീൻ? അതെ, ചന്ദ്രേട്ടന്റെ ഫാമിലെ പശുവിനെ കാണാൻ പോകുന്നത്. അപ്പൊ പൊസിഷൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? CFP. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ചന്ദ്രേട്ടന്റെ വീടിന്റെ ഏകദേശം ഒരു അടുത്തായിട്ട് എത്തി. ബിയോണ്ട് സി എത്തി. ഇനി എവിടെയായിരിക്കും എത്തുന്നുണ്ടാവുക? ഇനി ഗസ്. അതേ ഉത്തരം. തൽക്കാലം അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വേണോ? പറയൂ. ഇനി എങ്ങോട്ടായിരിക്കും പോകുന്നേ? നമ്മൾ ആദ്യം ഇൻഫിനിറ്റിയിലായിരുന്നു. നമ്മൾ ചന്ദ്രേട്ടന്റെ വീട്ടിലെ പശുവിനെ കാണാൻ വേണ്ടി ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ചന്ദ്രേട്ടന്റെ വീടിന്റെ അടുത്തെത്തി. ദാറ്റ് മീൻസ് ബിയോണ്ട് സി, സൊസൈറ്റി. വെരി ഗുഡ്. ഉത്തരം എഴുതി വെച്ചത് നോക്കിയിട്ട് പറയാ. മിസ്സേ, ഇത്ര വലിയ സസ്പെൻസ് ഒന്നും വേണ്ട, ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചന്ദ്രേട്ടന്റെ വീട്ടിലെത്തിയടാ. ചന്ദ്രേട്ടന്റെ വീട്ടിലെത്തി. എല്ലാരും വരച്ചോ. ഈ മഞ്ഞ അരമാർക്ക് മായ്ക്കട്ടെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുക. എന്നിട്ട് എഴുതണം. മൂന്നാമത്തെ പൊസിഷൻ ആണ് അറ്റ് സി. നിങ്ങൾ ഈ പൊസിഷനുകൾ കാണാതെ പറയാൻ പഠിക്കണം കേട്ടോ. അറ്റ് എ ടൈം ഒരു സ്ഥലത്തെ ഒബ്ജക്റ്റ് വെക്കുവേ. ഒന്ന് നമ്മൾ അങ്ങ് ഇൻഫിനിറ്റിയിൽ വെച്ചിട്ട് എവിടെ ഇമേജ് ഉണ്ടാവുന്നതെന്ന് നോക്കും. ഇമേജ് ഉണ്ടാവുന്ന കഥ മിസ് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ മിസ് പൊസിഷൻസാ പഠിപ്പിക്കുന്നത്. അലൻ, സന്തോഷ് ശ്രദ്ധിച്ചിരിക്കണേ കുട്ടാ. അലൻ, സന്തോഷ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. മിസ് ആദ്യ ഒബ്ജക്റ്റിനെ എവിടെ വെച്ചു? അങ്ങ് ഇൻഫിനിറ്റിയിൽ വെച്ചു. പിന്നെ ബിയോണ്ട് സി വെച്ചു. പിന്നെ സിയിൽ വെച്ചു. റൈറ്റ്. അടുത്തത് എവിടെയായിരിക്കും? നിങ്ങളൊന്ന് എഴുതി വെച്ചത് നോക്കിയേ. ഒന്ന് വേഗം. അടുത്തത് എവിടെയാ? നിങ്ങൾ വേഗം കോമെന്റ് ചെയ്യൂ. വേഗം. വെരി ഗുഡ്. ഇനി നമ്മൾ എവിടെ എത്തി? ഏകദേശം നടന്ന് ചന്ദ്രേട്ടന്റെ വീടിന്റെയും ഫാമിന്റെയും ഇടയിലെത്തി. അപ്പൊ നിങ്ങൾ എഴുതണം പൊസിഷൻ നമ്പർ 4 ബിറ്റ്വീൻ സി ആൻഡ് എഫ്. Between C and F. Between C and F. Clear? ഇനി എവിടെയായിരിക്കും? ഞാൻ പൊസിഷൻ പേര് എഴുതിയാൽ മതിയോ അതോ ഡ്രോ ചെയ്യണോ? ഇങ്ങനെ ഇമേജ് കൂടെ വരയ്ക്കണോ ഓരോ വട്ടത്തിൽ? മിസ് 6 മായ്ക്കുന്നുണ്ട്. ഇത് ഈ പൊസിഷൻ ആട്ടോ. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. 4 ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഓക്കെ, ഇനി എവിടെയാ വെക്കണ്ടേ? വെരി ഗുഡ്. അറ്റ് എഫ്. ഫിഫ്ത്ത് പൊസിഷൻ അറ്റ് ദി ഫോക്കസ്. അറ്റ് എഫ്. ക്ലിയർ? വരയ്ക്കണം കുട്ടാ. എത്ര വട്ടം പറഞ്ഞു നൂതൻ? You have to do that. വരച്ചു കഴിഞ്ഞാൽ പറയണം കേട്ടോ. നെക്സ്റ്റ് പൊസിഷൻ പറയട്ടെ. നെക്സ്റ്റ് പൊസിഷൻ എവിടെയാ? ഒബ്വിയസ്ലി ബിറ്റ്വീൻ പി ആൻഡ് എഫ്. സിക്സ്ത് പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി, അല്ലെങ്കിൽ പി ആൻഡ് എഫ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഫ് ആൻഡ് മിറർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പി എവിടെയാണ് കിടക്കണേ? മിററിലാണ് കിടക്കണേ അല്ലെ? ഇതാണ് നമ്മുടെ 6 പൊസിഷൻ. ഫൈനലി നമ്മൾ ചന്ദ്രേട്ടന്റെ വീട് കടന്ന് ഫാമിലെ പശുവിനെ കണ്ടു. ക്ലിയർ എവരിവൺ? ഇതാണ് 6 പൊസിഷൻസ്. ഇതൊന്ന് വരച്ചു വെച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഡൺ. ഗഗൻ, അവന്തിക, ഏബൻ, ഇനി ആരും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കണം. നമ്മുടെ ടേബിൾ ഒന്ന് നോക്കിയേ ഇനി എന്റെ മക്കള്. 6 പൊസിഷനുകളിൽ നമ്മൾ ഇമേജിന് വെക്കാൻ പോവാ. ആ പൊസിഷനുകൾ ഒന്നതേ ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാതെ പറയാം അല്ലെ അർജുൻ? അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് സി എന്ന് പറഞ്ഞ സിക്ക് അപ്പുറം,
At C, very good Gagan. Between C and F, at F, between F and mirror. Mirror or P എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. മിററിലാണല്ലോ P ഇരിക്കുന്നത്. സോ ഈ 6 പൊസിഷനിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഓരോ പൊസിഷനിലും കിട്ടുന്ന ഇമേജ് എവിടെയാ ഇമേജ് കിട്ടുക? യെസ് ഋഷികേഷ്, ഇമേജ് എവിടെയാ കിട്ടാന്നൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പഠിക്കാം. ഒന്നുമില്ല, ഇത് നേരെ തിരിച്ചെഴുതി ലാസ്റ്റ് കേസ് മാത്രം ഒഴിച്ചു വെച്ചിട്ട് ബാക്കി തല തിരിച്ചെഴുതിയ ഉത്തരായി. പക്ഷെ അങ്ങനെ ഇപ്പൊ പഠിക്കരുത്. മിസ് ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ വരച്ച് അങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആ പൊസിഷൻസ് മാത്രം 6 പൊസിഷൻസ് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. ക്ലിയർ എവരിവൺ? യെസ് തൻവീർ, ഐ ആം കമ്മിങ് ടു ദാറ്റ്. നൗ ദ ടൈം ഈസ് 8:50. ഓക്കെ, 9 മണിയാവാതെ ആരും ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് വെരി സ്ട്രിക്റ്റ്. 9 മണിയാവാതെ ക്ലാസ്സിൽ നിന്ന് ആരും ലീവ് ചെയ്യരുത്. അതർവൈസ് യു ഗൈസ് വിൽ ബി ലിസ്റ്റഡ് ഇൻ ടു എ കാറ്റഗറി വിച്ച് ഇസ് ലെസ് ടൈം കാറ്റഗറി. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ, ലെസ് ടൈം സ്റ്റുഡൻസ് ആവരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അഫ്രീന, യു വോണ്ട് മീ ടു സിംഗ് എ സോങ് വിത്ത് ദിസ് തൊണ്ട? ഓക്കെ, നോ. സോ 9 മണി വരെ ഇരിക്കുക, അല്ലെങ്കിൽ ലെസ് ടൈമിൽ പെടും. സോ ഈ സമയത്ത് ഡൗട്ട് ഉള്ള എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്യാം. കം ഓൺ എവരിവൺ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക. എന്തറിയണമെങ്കിലും ചോദിക്കുക. വേഗം ആയിക്കോട്ടെ. ഇന്ന് പുതിയ ടോപ്പിക്കിലേക്ക് കടന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാ. അലൻ സന്തോഷ്, വാട്ട് ഈസ് ഹാപ്പനിങ് ദേർ? ഇന്നത്തെ ക്ലാസിന്റെ വിശേഷങ്ങളാണെങ്കിൽ ഓക്കെ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ പറയാം കേട്ടോ. അർജുൻ ഗെയിം കളിക്കണം എന്നാ പറയുന്നത്. ക്രിസ്റ്റി, ഓക്കെ. ഡൗട്ട് ഉള്ള കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓരോരുത്തരായിട്ട് വിളിച്ചോ സർ. തൻവീർ പറഞ്ഞോടാ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയോ? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുക്കാം. ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കാം. ഓക്കെ അനുഗ്രഹ. ചോദിച്ച മോനെ, റെക്കോർഡഡ് ക്ലാസ് നാളെ കിട്ടുള്ളൂ കേട്ടോ. നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ അർജുനെ? അല്ല തൻവീറെ, എന്നിട്ട് മനസ്സിലായില്ലേ നിനക്ക്? ടീച്ചറാകുമ്പോ ഭയങ്കര ക്ഷമ വേണമെന്ന് ഞാൻ കേട്ടേക്കുന്നത്. ശരിയാണോടാ തൻവീർ? എടാ ഇത് പോൾ അല്ലേ? ഇത് പോൾ, ഇത് സെന്റർ ഓഫ് കർവേച്ചർ. ഇതിന്റെ സെന്ററിലെ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാ ഫോക്കസ്. അത് വരാതെ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കും, അങ്ങ് ദൂരെ. അതാണ് ഇൻഫിനിറ്റി. അങ്ങനെ വരയ്ക്കണ്ട. അതായത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പാരലൽ ആണെന്ന് നമുക്കറിയാം. അതാ മിസ് പറഞ്ഞത്. അതൊക്കെ ഡീറ്റെയിൽ ക്ലാസ്സിൽ പഠിക്കും. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈറ്റ് റേസ് എപ്പോഴും പാരലൽ ആയിരിക്കും. അപ്പൊ പാരലൽ ലൈറ്റ് റേസ് വരും, വന്നിട്ട് വീഴും മിററിലേക്ക്. അപ്പൊ അത് റിഫ്ലക്ട് ബാക്ക് ചെയ്യുക ഫോക്കസിൽ കൂടെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. വലിയ വലിയ തിയറിയാ കേട്ടോ. ആ ബുക്കിൽ അങ്ങനെ വരയ്ക്കണ്ട. നമുക്ക് അറിയാം ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വരാം. അപ്പൊ പാരലൽ ലൈറ്റ് റേസ് മാത്രം വരച്ചാൽ മതി. മനസ്സിലായോ? അപ്പോ ഇത് പോള്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ, ഇതിന്റെ നടുവിൽ ഫോക്കസ് ഉണ്ട്. ആദ്യം ഇൻഫിനിറ്റിയിൽ വെച്ച ഒബ്ജക്റ്റിനെ, പിന്നെ സിയുടെ ഇപ്പുറത്ത് വെച്ച ഒബ്ജക്റ്റിനെ അത് വരയ്ക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കണം. പോസിബിൾ ആണ്, നമുക്ക് വെക്കാൻ പറ്റും. ഒരു മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്ത് അതിന്റെ അപ്പുറത്ത് കൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിനെ വെക്കാൻ പറ്റും. ഇൻഫിനിറ്റിയിൽ പോയി വെക്കാൻ പറ്റില്ലടാ. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരേന്ന് അർത്ഥം, കണ്ണെത്താ ദൂരം. സോ പിന്നെ സിയിൽ വെക്കാൻ പറ്റും, പിന്നെ സിക്ക് എഫിന് ഇടയിൽ വെക്കാൻ പറ്റും, എഫിൽ വെക്കാൻ പറ്റും, എഫിനും പിക്കും ഇടയിൽ വെക്കാൻ പറ്റും. ഇത് ഓരോന്നിന്റെ റേ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കും, എവിടെ ഇമേജ് ഉണ്ടാവണമെന്നൊക്കെ കേട്ടോ. ഇതാണ് കാര്യം. അഭിഷേക്, യു കാൻ ഗോ സ്റ്റേ ഹിയർ ടിൽ 9 PM. പോയാണ്ടല്ലോ. ശരിയാക്കും ഞാൻ. ഇമേജ് ഉണ്ടാവാം. അതായത് മോന് ലെൻസ് ആണ് ഉപയോഗിക്കാറ്, എന്നാൽ പോലും സണ്ണിന്റെ ലൈറ്റ് റേസിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാറില്ലേ പേപ്പറില് ഇല്ലേ? അപ്പോ അവിടെ നമ്മൾ ഒരു ഡോട്ട് കണ്ടിട്ടില്ലേ, ഒരു ഇമേജ്. അത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് ആര്? സൺ. ഓക്കെ, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഫോക്കസ് ചെയ്ത് കിട്ടുന്ന ഇമേജ് ആണ് ഇവിടെ നമ്മുടെ പേപ്പറിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഫോക്കസിലാണ് ആ ഇമേജ് ഉണ്ടാവുന്നത്. ആ ശരിക്കും ആ ഡോട്ട് എന്ന് പറയുന്നത് സണ്ണിന്റെ ഇമേജ്. മനസ്സിലായോ? ഓക്കെടാ. നെക്സ്റ്റ് വൺ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം. ഇഷാൽ, താങ്ക് യു സോ മച്ച് ഇഷാൽ. മിസ് ഫോണിൽ ചാർജ് ഇല്ല, ലീവ് ആവട്ടെ. പറ്റില്ല ശിവദ, ഞാൻ ലെസ് ടൈമിൽ ഇടും. യെസ് അജീന, യു ക്യാൻ ഡു ദാറ്റ്. യെസ് അഫ്രീന, വാട്ട് ഈസ് യുവർ ഡൗട്ട് കുട്ടാ? യു ക്യാൻ ആസ്ക്, യു ക്യാൻ ആസ്ക്. എന്റെ പുതിയ സ്റ്റുഡൻസ് ഒക്കെ ക്ലാസ്സിലെ റിവ്യൂ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് വേണം പോവാൻ ട്ടാ. എനിക്കൊരു സ്ലൈഡ് കാണിച്ചു തരുമോ? ഓ പിന്നെന്താ, ചോദിച്ചോ.
സ്ലൈഡ് വേണ്ടവരും ഹാൻഡ് റൈസ് ചെയ്തോട്ടെ, നോ ഇഷ്യൂസ്. അപ്പച്ചന്റെ ആ സ്ലൈഡ് ഒന്ന് കാണിക്കൂ. അപ്പോച്ചന്റെ സ്ലൈഡ് ഇതാ സ്ക്രീൻഷോട്ട് എടുത്തോട്ടാ. താങ്ക് യു. നെക്സ്റ്റ് വൺ. കുറെ ഹാൻഡ് റൈസ് ഉണ്ടല്ലോ. അയോണ, വാട്ട് ഹാപ്പൻ അയോണ? ഹായ് അയോണ. താങ്ക് യു സോ മച്ച് അനുവിന്ദ്. വാട്ട് ഹാപ്പൻ ഈബൻ? എടാ ചോദിക്കടാ അയോണ, ഇന്ന് അൺമ്യൂട്ട് ഓപ്ഷൻ. അർജുനെ അയോണ പറയടാ. മുന്നേ ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ടാവും, ടാപ്പ് ഓൺ ഇറ്റ്. ഇപ്പൊ വന്നിട്ടുണ്ടാവും. തൊടു തൊടു. ചോദിക്ക്. ഫിസിക്സ് മാത്സ് ഫസ്റ്റ് ടൈം ആയിരുന്നു കേറിയപ്പോൾ. ഓക്കെ അയോണ, ഒന്നും മനസ്സിലായില്ലേ? ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്തേ? അത് അമ്മ അപ്പൊ ഇല്ലായിരുന്നു, സ്ഥലം വരെ പോയിട്ട് ഇടയ്ക്ക് ജോയിൻ ചെയ്ത മനസ്സിലാവും. ഇച്ചിരി ടഫ് ആയിരിക്കും, പക്ഷെ സാരില്ല. റെക്കോർഡഡ് ലിങ്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. ക്ലാസ് ടീച്ചറുടെ അടുത്തേക്ക് ജോയിൻ ആയി കഴിഞ്ഞാൽ മോനെ റെക്കോർഡഡ് ലിങ്ക് കിട്ടും, അത് വാങ്ങി കണ്ടാൽ മതി. കേട്ടതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. താങ്ക് യു സോ മച്ച് ഷസാന. അങ്ങനെയൊന്നുമില്ല, കേട്ടതൊക്കെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇത് റെക്കോർഡഡ് ലിങ്ക് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് ടീച്ചർക്ക് ഒരു സ്ക്രീൻഷോട്ട് അയക്കാം. മിസ് ഇത് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് പറഞ്ഞാൽ ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് കേട്ടോ. ഓക്കെടാ. ഓക്കെ, നെക്സ്റ്റ് വൺ. Thank you so much, Aradhya. Who is that? Adrika. Hi, Adrika. Adrika. Virtual image അല്ലേ? അതായത് ലൈറ്റ് റേസ് കൂട്ടിമുട്ടിയാലാണ് ഇമേജ് ഉണ്ടാവുക. ലൈറ്റ് റേസ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് എവിടെയെങ്കിലും കൂട്ടിമുട്ടിയാൽ മാത്രമേ ഇമേജ് ഉണ്ടാവും ബേസിക്കലി. ഇങ്ങനെ ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്ന പോലെ തോന്നുന്നു, ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുന്ന ഇമേജ് ആണ് വിർച്വൽ ഇമേജ്. ഞാനും മോനും മീറ്റ് ചെയ്യുന്നില്ല. ഐ ആം യുവർ വിർച്വൽ ടീച്ചർ. ക്ലിയർ? അതുപോലെ ശരിക്കും മീറ്റ് ചെയ്യാതെ പക്ഷെ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, ലൈക് ഫീൽ ചെയ്യും. അപ്പൊ അവിടെ പുറകിലൊരു ഇമേജ് ഉണ്ടാകുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് വിർച്വൽ ഇമേജ്. ഒരിക്കലും അതുകൊണ്ട് തന്നെ ഒരു സ്ക്രീനിൽ വീഴിക്കാനൊന്നും പറ്റില്ല ഇമേജിന്. മനസ്സിലായോ? ഇതാണ് വിർച്വൽ ഇമേജ്. ലൈറ്റ് റേസ് റിയലി മീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് അപ്പിയർ ടു മീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. റിയൽ ഇമേജ്. ലൈറ്റ് റേസ് ശരിക്കും മീറ്റ് ചെയ്ത് ഉണ്ടാവുന്ന ഇമേജ് ആണ് റിയൽ ഇമേജ്. ഓക്കെ മാധവ് ഹരി, ഓൺലി 3 minutes ലെഫ്റ്റ്. ഓക്കെ, 3 മിനിറ്റ് കൂടെ ഉള്ളൂ, നിങ്ങൾക്ക് നിക്കാം, സ്റ്റേ ബാക്ക് ചെയ്യാട്ടോ. യാ, നെക്സ്റ്റ് വൺ. ഗൗരി നന്ദ. Okay, add-on. New student, Surya Krishna, you are... Oh. Gauri Nanda, what is your doubt? Gagan, I am coming to you, get up. Yeah. So, Gauri Nanda ചോദിച്ചോ. ഹാൻഡ് റൈസ് എല്ലാം മിസ് കാണുന്നുണ്ട്. മിസ് അറ്റൻഡ് ചെയ്തിട്ടേ പോ. Don't worry, കേട്ടോ. Others stay here till 9 PM. It is compulsory. പോകാൻ പറ്റില്ല ആരാധ്യ. Wait till 9. Then you can leave. Yeah. ചോദിച്ചോളൂ ഗൗരി. ഗൗരി. It refers to the image which forms എങ്ങനെ ഉണ്ടാവുന്ന ഇമേജ്? ലൈറ്റ് റേസ് appear to meet at a definite point. ഒരു പോയിന്റില് കൂട്ടിമുട്ടുന്ന പോലെ തോന്നുന്നു. appear to meet at a definite point after reflection from the mirror. നമുക്കറിയാം മിററിൽ നിന്ന് റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്ന ലൈറ്റ് റേസ് ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടിയാലാണ് ശരിക്കും ഒരു ഇമേജ് ഉണ്ടാവുക. പക്ഷെ കൂട്ടിമുട്ടുന്ന പോലെ തോന്നുന്നു. ലൈറ്റ് റേസ് appear to meet at a definite point after reflection. അങ്ങനെ ഉണ്ടാവുന്ന ഇമേജ് ആണ് വിർച്വൽ ഇമേജ്. കിട്ടിയോ ഗൗരി? നല്ല ക്ലാസ് ആയിരുന്നു മിസ്. ഫിസിക്സ് ഇന്നത്തെ ക്ലാസ് കണ്ടതോടെ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് അഫ്രീന. ബാക്കി ഞാൻ വായിക്കണം, എനിക്ക് തന്നെ മടിയാവുന്നു. നല്ല സാറിനൊന്ന് വായിച്ചൂടെ സർ? നല്ല ടീച്ചറാണ്. ഞാൻ വിചാരിച്ചത് നല്ല ടഫ് ആയിരിക്കും എന്നാണ്, ബട്ട് ഒത്തിരി ഇഷ്ടമായി. ഇനി മുതൽ ക്ലാസ്സസ് ഒന്നും മിസ് ചെയ്യില്ല. താങ്ക് യു മിസ്. താങ്ക് യു സോ മച്ച് അഫ്രീന. ഓക്കെ ഫൈൻ. അല്ല അമ്മയ്യ, നോ. താങ്ക് യു സിദ്ധാർത്ഥ്. യാ, നെക്സ്റ്റ് വൺ. ഗഗൻ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? കുട്ടാ ചോദിച്ചോളൂ. താങ്ക് യു സൂര്യകൃഷ്ണ. താങ്ക് യു ഏബൻ. Gagan, what is your doubt? Oh, thank you Aika. Srihari, I am coming to you. Thank you Aradhya. Principal axis ഒന്ന് പറഞ്ഞുതരാം. കുട്ടാ, നമ്മുടെ മിററിന്റെ പോൾ ആണ് ഇത്, right? Pole, center of the mirror. Center of the sphere is known as
Center of Curvature. വെരി ഗുഡ്. ഞാൻ 8ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഐ ആം സോ പ്രൗഡ്. കേട്ടോ? എനിക്ക് വയ്യ. ഈ പോൾ ചെയ്യുന്ന സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് നീട്ടി വരയ്ക്കുന്ന വരയുടെ പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. Principal axis. Yes, the straight line connecting the P and C. അത്രേ. Yes, everyone, it's already 9. Doubt ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. We'll see in the next session. Others can stay back. Okay, Aradhya. Next one. Who is that? Muhammad Michel. Hi, Michel. Okay, fine, everyone. Miss Ishaya, Miss. Thank you, Amay Krishna. Mishal. Miss Amishahalan. Mishal. Vishal. Mishal. 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 ഈ റിയൽ ഇമേജ് എന്ന് പറഞ്ഞുതരാമോ? കുട്ട. റിയൽ ഇമേജ് ഇൻവേർട്ടഡോ? ഓക്കെ, റിയൽ ഇമേജ് എന്ന് പറഞ്ഞാലില്ലേ ശരിക്കും ഇപ്പൊ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് വിചാരിക്കും ഒരു പോയിന്റിൽ. അങ്ങനെ കറക്റ്റ് കൂട്ടിമുട്ടിയിട്ടുണ്ടാവുന്ന ഇമേജ് ആണ് റിയൽ ഇമേജ്. റിയൽ ഇമേജ്, ലൈറ്റ് റേസ്, റിയൽ ഇമേജ്. ഓക്കെ, സ്പെഷ്യാലിറ്റി ഈസ് അവരെ നമുക്ക് സ്ക്രീനിൽ വീഴിക്കും. ഇപ്പൊ പ്രൊജക്ടർ വെച്ചിട്ട് നമുക്ക് ഫിലിം പ്രൊജക്ടർ വെച്ചിട്ട് നമുക്ക് സ്ക്രീനിൽ സിനിമ വീഴിക്കാൻ പറ്റില്ലേ, അവിടെയൊക്കെ റിയൽ ഇമേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് ഇസ് ദാറ്റ്? ഇനി നമ്മുടെ ഏതാ മോന് വേണ്ട? ഇൻവേർട്ടഡാ? ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞാല് തലതിരിഞ്ഞ ഇമേജ്. അത് ടേം പോലെ തന്നെ തലതിരിഞ്ഞ ഇമേജ്. ഫോർ എക്സാമ്പിൾ, മിസ് ഒബ്ജക്റ്റ് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചത് നേരെ, പക്ഷെ ഉണ്ടാവുന്ന ഇമേജ് തലതിരിഞ്ഞിരിക്കുന്നു. കേട്ടോ? അതാണ് ഇൻവേർട്ടഡ് ഇമേജ്. ഓക്കെ നൂതൻ, ഓക്കെ ആരാധ്യ, എവ്രിവൺ ബൈ ബൈ. ഹു ഇസ് ദാറ്റ്? ആരാധ്യ, ഫുൾ നെയിം? Lakshmi. Lakshmi. What is your doubt, Mone? What is your doubt? Hello, ma'am. Yes. അപ്രോച്ചിന് മുന്നേയുള്ള സ്ലൈഡ് ഇതാണ്. This one, principal axis. Okay, Alia. This one, Kutta. ഓക്കെ കഴിഞ്ഞോ? Okay. Thank you so much. Next one. തീർന്നോ ഹാൻഡ് റേസസ്? ഓ, ഓക്കെ, ഫൈൻ. ആരൊക്കെ ബാക്കിയുണ്ട്? ശ്രീഹരി, ഹിബ, റൈറ്റ്? ഹെബ, ആരാധ്യ, അബാനൻ, അഡ്നാൻ, ഹെബ. Who is that, sir? ഹിബ ഫാത്തിമ, റൈറ്റ്? ഹിബ. ഹിബ ചിരിക്കുക. മിസ് ഞാൻ തന്നെ സൈഡിൽ ഒന്ന് തിരിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോഴത്തേനും മിസ് എന്നെ പിടിച്ചു. ഹിബ ഓൾ സെറ്റ്, റൈറ്റ്? അലൻ, സന്തോഷ്, ആരാധ്യ, അവന്തിക, അഭിനവ് കൃഷ്ണ, അൻവിത. ഓക്കെ, ഇബൻ, ഐ എം സീയിങ് ഇറ്റ് ഓൾറെഡി. ഓക്കെ, ഓക്കെ വൈഗ, അക്ഷയ്, എവ്രിവൺ. ആലിയ. പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എന്റെ കണ്ണിന് കുറച്ച് കാഴ്ച കുറവുണ്ട്. എനിവേസ്, എല്ലാരും ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you so much. We will see you in the next session. I hope everyone will be there. Okay? അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് മിസ് വിചാരിക്കണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. പോയിക്കോട്ടെ. Okay? So thank you so much.